ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, പ്രതിസന്ധികളിൽ തളർന്നവരല്ല, പ്രതീക്ഷകളെ സ്വപ്നം കണ്ടവരാണ് യഥാർത്ഥ വിജയികളായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതിരിക്കുക. ഓരോ പ്രതിസന്ധിയിലും അവസരങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുക. ആ അവസരങ്ങൾ കണ്ടെത്തുക, പ്രയോജനപ്പെടുത്തുക, വൻ വിജയം നേടുക. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് ചീഫ് മിനിസ്റ്ററാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ ഏരിയ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഗവർണർ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ തലവനായ ഗവർണറെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി പഠിച്ചു. അതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഒക്കെ നമ്മൾ വിവിധ ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു രണ്ടാമത്തെ പാർട്ട് എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ ചീഫ് മിനിസ്റ്ററെ കുറിച്ചാണ് പഠിക്കുന്നത്. മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പതിവ് പോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ശേഷം നമുക്ക് ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ ഇതിൻ്റെ മോഡൽ ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോക്കാം നമുക്ക്. ഇവിടെ ഇൻ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, ഗവർണർ ഈസ് നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി. ദ ജ്യൂർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദി ജ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോമിനൽ എക്സിക്യൂട്ടീവാണ്. ദി ഫാക്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിയലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വാക്കൊന്ന് ശ്രദ്ധിക്കണം. ഈ നോമിനൽ എക്സിക്യൂട്ടീവ് ആണ് ദി ജ്യൂർ എന്നുദ്ദേശിക്കുന്നത്. ഡി ഫാക്ടോ എന്ന് പറയുന്നത് റിയൽ എന്ന വാക്കാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്തിന് രണ്ട് തലവന്മാരുണ്ട്. അതിൽ ഒരാൾ നോമിനലായിട്ടുള്ള തലവനും മറ്റൊരാൾ റിയലായിട്ടുള്ള ഹെഡുമാണ്. നോമിനൽ ഹെഡിനെയാണ് നമ്മൾ പറയുന്നത് ഡി ജ്യൂർ എന്ന് പറയുന്നത് നോമിനൽ ഹെഡിനെയാണ്. അതാരാണ്? അത് ഗവർണറാണ്. ഡിഫാക്റ്റോ എന്ന് പറയുന്നത് ആരെയാണ്? അത് റിയൽ ഹെഡാണ്. അതാണ് ചീഫ് മിനിസ്റ്റർ. നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും വി ഡി സതീശൻ മന്ത്രിസഭ. എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? പിണറായി വിജയൻ മന്ത്രിസഭ, ഉമ്മൻചാണ്ടി മന്ത്രിസഭ എന്നല്ലേ. EMSൻ്റെ കാലം മുതൽ നമ്മൾ അങ്ങനെയാണ്. ആ മുഖ്യമന്ത്രിയുടെ പേര് ചേർത്താണ് ആ മന്ത്രിസഭയെ നമ്മൾ പറയുന്നത്. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആ പ്രധാനമന്ത്രിയുടെ പേര് വെച്ചാണ് ആ മന്ത്രിസഭയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവരാണ് റിയൽ ഹെഡ് എന്ന് പറയുന്നത്. ആ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ റിയലായിട്ടുള്ള ഹെഡെങ്കിൽ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ റിയൽ ഹെഡ് ഡിഫാക്റ്റോ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ചീഫ് മിനിസ്റ്ററാണ്. നമ്മൾ പഠിച്ചതാണ്. ഗവർണർ പഠിച്ചപ്പോൾ നോമിനൽ ഹെഡിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചീഫ് മിനിസ്റ്ററാണ് തുടങ്ങുന്നത്. ചീഫ് മിനിസ്റ്റർ ഈസ് ദി റിയൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് മിനിസ്റ്ററി എന്നൊക്കെ നമുക്ക് പറയാം. ഡിഫാക്റ്റോ എക്സിക്യൂട്ടീവ്, റിയൽ എക്സിക്യൂട്ടീവ്. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 164 മറക്കരുത്. ആർട്ടിക്കിൾ 164 എന്താ പറയുന്നത്? ചീഫ് മിനിസ്റ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ. അപ്പോൾ ഈ പോയിന്റിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ഹൂം? ദി ഗവർണർ. തെറ്റൂലല്ലോ. ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 164. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ 164-ാം അനുച്ഛേദ പ്രകാരമാണ് ആരാണ് ചീഫ് മിനിസ്റ്ററെ നിയമിക്കുന്നത്? ഗവർണറാണ്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ അണ്ടർ ആർട്ടിക്കിൾ 164. ക്ലിയർ അല്ലേ? In accordance with the convention of the parliamentary system of government, the governor has to appoint leader of majority party. Who can be appointed as the chief minister?
ചീഫ് മിനിസ്റ്റർ, ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ട് ആരെയാണ് നിയമിക്കപ്പെടുന്നത്, ആരെയാണ് ഗവർണർ നിയമിക്കുന്നത്, അതിനൊരു കൺവെൻഷണൽ രീതിയുണ്ട്. എന്ന് പറഞ്ഞാൽ നേരത്തെ നിലവിലുള്ള അതിനൊരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. അതിനാണ് കൺവെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആ കൺവെൻഷനലി സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ, ആ ഒരു വ്യവസ്ഥാപിതപരമായ മാർഗം നോക്കുമ്പോൾ നമുക്ക് പറയാം, ശരിക്ക് ഗവർണർ ആരെയാണ് ചീഫ് മിനിസ്റ്ററായിട്ട് നിയമിക്കുന്നത്? ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച ഒരു പാർട്ടി ഉണ്ടാകുമല്ലോ, ആ പാർട്ടിയുടെ തലവനെയാണ് സാധാരണയായിട്ട് ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ കേരളത്തിൽ റീസെൻ്റായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം. കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്ത UDF മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയുടെ തലവനായ ഒരു വ്യക്തിയാണ് VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിയായി മാറിയത്. ക്ലിയർ അല്ലേ? അപ്പം ശരിക്കും അതിനൊരു കൺവെൻഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഗവർണർ ഹാസ് ടു അപ്പോയിന്റ് ലീഡർ ഓഫ് മെജോറിറ്റി പാർട്ടി. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, സാധാരണയായി ആരെയാണ് ഗവർണർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത്? സാധാരണയായി മുഖ്യമന്ത്രിയായി ഗവർണർ തിരഞ്ഞെടുക്കുന്നത് ഭൂരിപക്ഷം ലഭിച്ച പാർട്ടിയുടെ നേതാവിനെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതൊരു കൺവെൻഷണൽ രീതിയാണ്. നോക്കൂ, ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലി ആസ് ദി ചീഫ് മിനിസ്റ്റർ, അങ്ങനെ ചീഫ് മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താം. നോക്കൂ, വെൻ നോ പാർട്ടി ഹാസ് എ ക്ലിയർ മെജോറിറ്റി, ഒരു പാർട്ടിക്കും മെജോറിറ്റി കിട്ടുന്നില്ല. നമ്മൾ പറഞ്ഞെന്താണ്? മെജോറിറ്റി പാർട്ടിയുടെ ലീഡറെ ചീഫ് മിനിസ്റ്ററായിട്ട് നിയമിക്കുമെന്ന് പറഞ്ഞു. ആര്? ഗവർണർ. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 164 പ്രകാരം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നോ പാർട്ടി ഹാസ് എ ക്ലിയർ മെജോറിറ്റി, ഒരു പാർട്ടിക്കും വ്യക്തമായി ഭൂരിപക്ഷം ലഭിക്കുന്നില്ല അസംബ്ലിയിൽ. എങ്കിലെന്ത് ചെയ്യും? ദെൻ ദി ഗവർണർ മേ എക്സസൈസ് ഹിസ് പേഴ്സണൽ ഡിസ്ക്രിഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഗവർണർ 2 തരത്തിലുള്ള വിവേചന അധികാരങ്ങൾ ഉപയോഗിക്കും. ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ, മറ്റത് ഭരണഘടനാപരമായിട്ട് ഉള്ള വിവേചനാധികാരം. നോക്കൂ, ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പോഴെന്ത് ചെയ്യും? അവിടെയാണ് ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള വിവേചന അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നത്. അങ്ങനെ വ്യക്തിപരമായ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം കൊടുക്കും. അതാണ് പറയുന്നത്, വെൻ നോ പാർട്ടി ഹാസ് clear majority in the assembly, then the governor may exercise his personal discretion in the selection and appointment of chief minister. മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആർക്കാണ് ഭരിക്കാൻ പറ്റുന്നത്? ഭരണകക്ഷിയായി വരുന്നത് ആരാണ്? ആ തെരഞ്ഞെടുപ്പിൽ അബ്സല്യൂട്ട് മെജോറിറ്റി നേടുന്ന കക്ഷിക്ക്, അബ്സല്യൂട്ട് മെജോറിറ്റി നേടുന്ന പാർട്ടിക്ക് അഥവാ മുന്നണിക്ക് മാത്രമേ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, സാരഥ്യം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെജോറിറ്റി ഓഫ് മോർ ദാൻ ഹാഫ്, പകുതി കൂടുതൽ മെജോറിറ്റി ഉണ്ടായിരിക്കണം. കേരളത്തിൽ 140 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരള അസംബ്ലിയിൽ 140ൻ്റെ പകുതി എത്രയാണ്? 70. 71 വേണം ഭരണം നടത്താൻ. 70 കിട്ടിയാലും പോരാ, ഭരിക്കാൻ പറ്റില്ല. 2 പേർക്ക് 70 കിട്ടിയാൽ ആര് ഭരിക്കും? 71 നേടിയാൽ മാത്രമേ ആ പാർട്ടിക്കോ അഥവാ മുന്നണിക്കോ ഭരണം നടത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത ഘട്ടത്തിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസ്ക്രിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കാം. ക്ലിയർ അല്ലേ? വ്യക്തമായി പഠിച്ചു പോകണം. കാരണം എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ വ്യക്തത ഇല്ല എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് വ്യക്തമായി പഠിച്ചു തന്നെ പോകണം. നോക്കൂ, ദി ഗവർണർ യൂഷ്വലി അപ്പോയിൻറ്റ്സ് ലീഡർ ഓഫ് ലാർജസ്റ്റ് പാർട്ടി. നമ്മളിപ്പോഴും പറഞ്ഞതേ ഉള്ളൂ, സാധാരണയായിട്ട് കൺവെൻഷണൽ സിസ്റ്റം അനുസരിച്ച് ലാർജർ പാർട്ടിയുടെ അല്ലെങ്കിൽ മെജോറിറ്റി പാർട്ടിയുടെ നേതാവിനെയാണ് സാധാരണ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മെജോറിറ്റി പാർട്ടിയുടെയോ ഓർ കോയിലേഷൻ എന്ന് പറഞ്ഞാൽ മുന്നണി, ഒരു മെജോറിറ്റി പാർട്ടിയുടെയോ ഭൂരിപക്ഷമുള്ള ഒരു മുന്നണിയുടെയോ നേതാവിനെ ആണ് സാധാരണയായി
ലീഡറായിട്ട് അല്ലെങ്കിൽ ഗവർണർ നിയമിക്കുന്നത്, നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട്. നോക്കൂ, ആസ് ദി ചീഫ് മിനിസ്റ്റർ ആൻഡ് ആസ്ക് ഹിം ടു പ്രൂവ് ഹിസ് മെജോറിറ്റി. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു പാർട്ടിക്കും മെജോറിറ്റി ലഭിച്ചില്ല എങ്കിൽ സാധാരണ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് ആരെങ്കിലും ക്ഷണിക്കാം. ഇനി നോക്കൂ, സാധാരണ ചെയ്യുന്നത് ലാർജർ പാർട്ടിയുടെ അംഗങ്ങളെ, ലാർജർ പാർട്ടിയുടെ നേതാവിനെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെ വിളിച്ച് ഗവർണർ ക്ഷണിച്ച് ചീഫ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറയും അതിൻ്റെ നേതാവിനെ. എന്നിട്ട് അദ്ദേഹത്തോട് പറയും, നിങ്ങൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം. വോട്ട് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയും. വോട്ട് ഓഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്ന് പറയും. അതായത് നമ്മുടെ വിശ്വാസം തെളിയിക്കണം, സഭയിൽ വിശ്വാസം തെളിയിക്കണം. നോർമലി വിത്തിൻ 1 month സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാർട്ടിയെ, മുന്നണിയെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിച്ചാൽ അതിൻ്റെ നേതാവിന് ചീഫ് മിനിസ്റ്ററായിട്ട്, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്താൻ അനുവദിച്ചാൽ ഗവർണർ പറയും 1 മാസത്തിനകം നിങ്ങൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. സഭയിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമല്ലേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നോക്കൂ, the constitution does not require that a person must prove his majority in the legislative assembly before being appointed as chief minister. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. നമ്മുടെ ചീഫ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മെജോറിറ്റി തെളിയിക്കണം എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ തെറ്റെന്ന് പറയുക. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ആർക്കും ചെയ്യാം. സഭയിൽ മെജോറിറ്റി ഇല്ലാത്ത പാർട്ടിയുടെ നേതാവിനും, ഇനി വേണ്ട മത്സരിക്കാത്ത, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളിന് പോലും സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയുടെ സ്ഥാനം ഏറ്റെടുക്കാം. ഭരണഘടനയിൽ അങ്ങനെ ഒരു എതിർപ്പ് പറഞ്ഞിട്ടേ ഇല്ല. ഭരണഘടനയിൽ അങ്ങനെ ഒരു നിയന്ത്രണമേ ഇല്ല. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് റിക്വയർ ദാറ്റ് എ പേഴ്സൺ മസ്റ്റ് പ്രൂവ് his majority in the legislative assembly before being appointed as chief minister. ചീഫ് മിനിസ്റ്ററായി നിയമിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കേണ്ട ബാധ്യതയൊന്നും ആർക്കുമില്ല. ദി ഗവർണർ മേ ഫസ്റ്റ് അപ്പോയിന്റ് ഹിം ആസ് ചീഫ് മിനിസ്റ്റർ ആൻഡ് ദെൻ ആസ്ക് ഹിം ടു പ്രൂവ് ഹിസ് മെജോറിറ്റി വിത്തിൻ റീസണബിൾ പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ റീസണബിൾ പീരീഡ് 1 മാസത്തിനകം. നോക്കൂ, സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷം നേടി വരുന്ന കക്ഷിക്ക് പ്രശ്നമില്ല. അവർക്ക് അവരുടെ ഒരു നേതാവിനെ അവർ പറഞ്ഞാൽ ഗവർണർ അംഗീകരിക്കും, മന്ത്രിസഭ ഉണ്ടാക്കാം, ഭരിച്ചു പോകാം. ഇനി നോക്കൂ, അങ്ങനെ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഇനി വേണ്ട, തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു പാർട്ടി, മെജോറിറ്റി പാർട്ടി നിർദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ ചീഫ് മിനിസ്റ്ററായിട്ട് ഇദ്ദേഹത്തെ നിയമിക്കണമെന്ന് ഗവർണറോട് പറഞ്ഞാൽ ഗവർണർ നിയമിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ വ്യക്തിയോട് ഗവർണർ പറയും, നിങ്ങളുടെ കക്ഷിയുടെ മെജോറിറ്റി പിന്നെ നിർബന്ധമായിട്ടൊരു പീരീഡിൽ തെളിയിക്കുകയും വേണം. പിന്നെ ആ വ്യക്തി തിരഞ്ഞെടുക്കപ്പെടാതെ വരുന്ന വ്യക്തിയാണെങ്കിൽ 6 മാസത്തിനകം നിയമസഭയിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ, നമുക്കിപ്പോൾ അസംബ്ലി മാത്രമേ ഉള്ളൂ, കേരളം പോലെയുള്ള സംസ്ഥാനമാണെങ്കിൽ അസംബ്ലിയിൽ എവിടെ നിന്നെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം 6 മാസം. അതിലേക്ക് ഞാൻ വരികയാണ്. ഇതിപ്പോൾ ഭൂരിപക്ഷമില്ലാത്ത ഒരു കക്ഷിയെ വേണമെങ്കിൽ പിന്നെ ഗവർണർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനായി വിളിക്കാം. അതിന് ആർക്കും ഭൂരിപക്ഷമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു കക്ഷിയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ, വിളിക്കാം. പക്ഷെ അവരോട് ഒരു റീസണബിൾ പീരീഡിൽ 1 മാസത്തിനകത്ത് അവർ മന്ത്രിസഭ ഉണ്ടാക്കി 1 മാസത്തിനകം ഫ്ലോറിൽ തന്നെ, ആ സഭയിൽ തന്നെ അവരുടെ മെജോറിറ്റി തെളിയിച്ചിരിക്കണം. ക്ലിയർ അല്ലേ? നോക്കൂ, വെൻ എ സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ ഡൈസ്, ഇനി ഈ പോയിന്റ് ശ്രദ്ധിക്കണം. അങ്ങനെ മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി, അതിലൊരു മുഖ്യമന്ത്രി ഉണ്ടായി, അതിൻ്റെ തലവൻ മുഖ്യമന്ത്രിയായി, അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിചാരിതമായി ആ ചീഫ് മിനിസ്റ്റർ മരണപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ വ്യക്തമായ പിൻഗാമി ഉണ്ടെങ്കിൽ ആ പിൻഗാമി ആ സ്ഥാനത്തേക്ക് വരും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന നോക്കൂ, വെൻ എ സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ ഡൈ സഡൻലി ആൻഡ് ദർ ഈസ് നോ ഒബിയസ് സക്സസർ, അതിൻ്റെ വ്യക്തമായ പിൻഗാമി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഒരു പാർട്ടിയുടെ നേതാവ്
മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പദവിയിലിരിക്കെ അയാൾ മരണപ്പെടുന്നു. അടുത്ത വ്യക്തമായ ഒരു പിൻഗാമി ഇല്ലാതാവുകയും ഇരിക്കുന്നു. എങ്കിലെന്ത് ചെയ്യും? ദി ഗവർണർ മേ യൂസ് ഹിസ് ഡിസ്ക്രിഷൻ. അവിടെയും ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം പ്രയോഗിക്കാം ഇൻ സെലക്ടിങ് ചീഫ് മിനിസ്റ്റർ. ഒരു ചീഫ് മിനിസ്റ്ററെ ഇദ്ദേഹത്തിന് തന്നെ സെലക്ട് ചെയ്യാം. ആ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു അംഗത്തെ വിളിക്കാം, നിങ്ങൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തോളൂ എന്ന് പറയാം. പക്ഷെ നോക്കൂ, ഹവർ ഈഫ് റൂളിംഗ് പാർട്ടി ഇലക്ട്സ് എ ന്യൂ ലീഡർ. നോക്കൂ, ഇനി ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ കക്ഷി, ആ മരണപ്പെട്ടു പോയ മുഖ്യമന്ത്രിയുടെ കക്ഷിയുണ്ടല്ലോ, ആ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി ഒരു പുതിയ ലീഡറിനെ തെരഞ്ഞെടുത്ത് ഗവർണറുടെ അടുത്ത് പറയുകയാണ് ഇദ്ദേഹത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് നിയമിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിക്കാൻ കഴിയില്ല. ആ വ്യക്തിയെ നിയമിച്ചേ മതിയാകും. മനസ്സിലാകുന്നല്ലോ? അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി പദവിയിലിരിക്കെ മരണപ്പെടുകയും വ്യക്തമായ പിൻഗാമി ഇല്ലാതെ വരികയും ചെയ്താൽ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താവുന്നതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മരണശേഷം ആ കക്ഷിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ ആ പാർട്ടി തീരുമാനിച്ച് ഗവർണറെ അറിയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഗവർണർ ആ വ്യക്തിയെ ചീഫ് മിനിസ്റ്ററായിട്ട് ചുമതല വഹിക്കാൻ അനുവദിച്ചിരിക്കണം. അവിടെ അദ്ദേഹത്തിന് ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് പറയുന്നത്, ന്യൂ ലീഡർ അങ്ങനെ അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർ ഹാസ് നോ ഓപ്ഷൻ ബട്ട് ടു അപ്പോയിൻറ്റ് ദാറ്റ് പേഴ്സൺ ആസ് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിന് വേറൊരു ഓപ്ഷനും ഇല്ല, ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റൊരു ഓപ്ഷനും ഇല്ല. ഒരാൾ മരണപ്പെട്ടു പോയി, ആ പാർട്ടി വേറൊരാളെ സെലക്ട് ചെയ്യുന്നു, ഗവർണറോട് പറയുന്നു ഇദ്ദേഹമാണ് ഇനി ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ നിന്ന് മാറാൻ ഗവർണർ കഴിയില്ല. അവിടെ ആ വ്യക്തിയെ നിയമിക്കണം. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ പവർ ഉപയോഗിക്കാൻ കഴിയുന്നത്? ഇങ്ങനെ പാർട്ടിക്ക് പോലും അറിയില്ല അടുത്ത ആൾ ആരാണ് എന്ന്. അങ്ങനെ പാർട്ടി പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും കൊടുക്കുന്നില്ല, വ്യക്തമായൊരു പിൻഗാമി ഇല്ല, ഇതാ വരുന്നു. അങ്ങനെ വരുമ്പം അങ്ങനെ അനിശ്ചിതാവസ്ഥയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ ഗവർണർ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഗവർണർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? വ്യക്തമായി പഠിച്ചു പോകണേ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചുള്ള ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെറുതാക്കി പറയാതെ വലിയ സെൻറ്റൻസിൽ തന്നെ നിങ്ങളോട് പറയുന്നത്. കാരണം അത്രയും വ്യക്തമായി മനസ്സിലാക്കിയാൽ ഇത് നിങ്ങൾക്ക് വ്യക്തത വരുള്ളൂ. നോക്കൂ, എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ചീഫ് മിനിസ്റ്റർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ രണ്ടും ആകാം. രണ്ട് ഘടകങ്ങളുണ്ടല്ലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ തന്നെ, കൗൺസിലും അസംബ്ലിയും ഉണ്ട്. ഇപ്പം നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് യൂണികാമറലിസമാണ് കേരളത്തിൻ്റെത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് തന്നെ പറയാം, സംസ്ഥാന അസംബ്ലിയിലെ അംഗമല്ലാത്ത ഒരു വ്യക്തിയെ ചീഫ് മിനിസ്റ്ററായിട്ട് നിയമിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ ഇത് പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ച് പഠിക്കണം നിങ്ങൾ. പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ആസ് ചീഫ് മിനിസ്റ്റർ ഫോർ 6 months. 6 മാസത്തേക്ക് വേണ്ടി മാത്രമേ, 6 മാസം വരെ അങ്ങനെ നിയമിക്കാൻ കഴിയുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ 6 മാസത്തിനകം വിത്തിൻ വിച്ച് ടൈം he should be elected to the state legislature. ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടണം. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. ചോദ്യം എങ്ങനെയാണെന്ന് അറിയാമോ ചോദിക്കുന്നത്? സംസ്ഥാന നിയമസഭയിൽ അംഗമല്ലാത്തൊരു വ്യക്തി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ സംസ്ഥാന നിയമസഭാ അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം? 6 മാസത്തിനകം എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ ബാധകമാണ്. ഒരു മന്ത്രിയായിട്ടും തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളിന് സ്ഥാനം വഹിക്കാം, അതിലൊന്നും തെറ്റില്ല. മുഖ്യമന്ത്രിയായിട്ടോ മന്ത്രിയായിട്ടോ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് ആ സ്ഥാനം വഹിക്കാം. ഏതുവരെ മാത്രം? അപ് ടു 6 months. വിത്തിൻ വിച്ച് പീരീഡ് ഹി ഷുഡ് ബി ഇലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അത് ഓർക്കുക. ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോൾ 2 മണ്ഡലങ്ങളുണ്ടെങ്കിൽ എവിടെയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടാൽ മതി. നമ്മൾ കേന്ദ്രത്തിലെ കാര്യം പറഞ്ഞതുപോലെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പം പ്രധാനമന്ത്രി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, രാജ്യസഭാ അംഗത്തിനും പ്രധാനമന്ത്രിയാകാം, ലോകസഭാ അംഗത്തിനും പ്രധാനമന്ത്രിയാകാം, അല്ലേ? മൻമോഹൻ സിംഗ് ഒക്കെ പ്രധാനമന്ത്രിയായത് നിങ്ങൾക്കറിയാം, രാജ്യസഭാ അംഗമായിട്ടാണ്.
അതുപോലെ ഇവിടെയും അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. 2 മണ്ഡലങ്ങളുള്ള ദ്വിമണ്ഡല സമ്പ്രദായമുള്ള സംസ്ഥാനങ്ങളിൽ ആണെങ്കിൽ, ബൈക്യാമറലിസമുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൗൺസിലിലോ അസംബ്ലിയിലോ അംഗമായിരിക്കണം 6 മാസത്തിനകം. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ പരീക്ഷയ്ക്ക് പല തവണ ചോദിച്ചുള്ളത്, പല രീതിയിൽ ഇത് ചോദ്യം ചോദിക്കാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയ, 2 രീതിയിൽ ചോദിക്കാം. മത്സരിച്ചേ ഇല്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ഒരാൾക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ കഴിയുമോ? കഴിയും. എത്ര പീരീഡ് വരെ? 6 മാസം വരെ. 6 മാസത്തിനകം സംസ്ഥാനത്തെ നിയമസഭയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിലിലേക്കോ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ മുരളീധരൻ ഒരു മന്ത്രിസഭയിൽ അംഗമല്ലാതെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാതെ വൈദ്യുതി മന്ത്രിയായിട്ട് അദ്ദേഹം ചുമതലയേറ്റു. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് ആ മന്ത്രിസഭയിൽ, കോൺഗ്രസ് മന്ത്രിസഭയിൽ അദ്ദേഹം എന്ത് ചെയ്തു? വൈദ്യുത മന്ത്രിയായിട്ട് ചുമതലയേറ്റു. അപ്പോൾ അതിൻ്റെ നിയമം എന്താണ്? 6 മാസത്തിനകം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കണം. 6 മാസത്തിനകം അദ്ദേഹം വടക്കാഞ്ചേരിയിൽ എവിടെയാണെന്ന് തോന്നുന്നു, അവിടെ ഒരു തെരഞ്ഞെടുപ്പ്, അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു പോയി. അപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പിന്നെ തുടരാൻ പറ്റില്ല, അവിടെ അവസാനിക്കുകയാണ്. അതാണ് എൻ്റെ രീതി. 6 മാസത്തിനകം എവിടെയെങ്കിലും മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ തുടരാൻ കഴിയുള്ളൂ. മുഖ്യമന്ത്രി ആയാലും ശരി, മന്ത്രി ആയാലും ശരി. ക്ലിയർ അല്ലേ? അതൊന്ന് ഓർത്ത് വെച്ചു കൊടുക്കുക. ഇനി ഫെയിലിംഗ് വിച്ച് ഹീ സീസ് ടു ബി ചീഫ് മിനിസ്റ്റർ, അങ്ങനെ ഫെയിലായി പോവുകയാണെങ്കിലോ, 6 മാസത്തിനകം അദ്ദേഹം ഈ ഒരു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലോ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയില്ല. അത് ആ പദവി ഇല്ലാതായി മാറും. ക്ലിയർ അല്ലേ? ഓർമ്മിച്ചോളൂ, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ചീഫ് മിനിസ്റ്റർ മേ ബി എ മെമ്പർ ഓഫ് 2 ഹൗസസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ എന്ന് പറയുന്നത് 2 ഉണ്ടല്ലോ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ 2 തലങ്ങളിലുണ്ടല്ലോ. അപ്പർ ഹൗസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് കൗൺസിലും ലോവർ ഹൗസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലിയും. കൗൺസിലും ഉണ്ട്, അസംബ്ലിയും ഉണ്ട്. ഈ 2 ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരുന്നാൽ മതി. ഭരണഘടന അങ്ങനെ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ, ചീഫ് മിനിസ്റ്റർ മേ ബി എ മെമ്പർ ഓഫ് എനി ഓഫ് 2 ഹൗസസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെ ഭാഗമായിട്ടുള്ള ഏതൊക്കെ അസംബ്ലിയുടെയോ കൗൺസിലിൻ്റെയോ അംഗമായാൽ മതി. രാജ്യസഭയുടെയോ ലോകസഭയുടെയോ അംഗമായാൽ മതി പ്രധാനമന്ത്രിയാകാൻ എന്ന് പറഞ്ഞതുപോലെ. അല്ലാതെ അസംബ്ലിയിലെ അംഗം, ഇപ്പോൾ ദ്വിമണ്ഡല സമ്പ്രദായമുള്ള ഒരു സംസ്ഥാനത്ത് അസംബ്ലിയിൽ നിന്ന് ജയിച്ച ആൾ തന്നെ ആകണം പ്രധാനമന്ത്രി, അങ്ങനെയൊന്നും നിർബന്ധമില്ല. കൗൺസിൽ അംഗത്തിനും പ്രധാനമന്ത്രിയാകാം. ഇനി വെരി ഇമ്പോർട്ടൻ്റ്, ഓത്ത് ഓഫ് ഓഫീസ് ഓഫ് CM ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഹൂ? പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രിക്ക്, ചീഫ് മിനിസ്റ്ററിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഗവർണർ. മറക്കരുത്. പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി എന്ന് പറയുന്നത് പോലെ ചീഫ് മിനിസ്റ്റർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഗവർണർ. ഇത് പലരും തെറ്റിക്കുന്നതാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ ഓപ്ഷനിൽ കാണും, അതൊക്കെ എടുത്ത് എഴുതി വയ്ക്കും. അല്ല, മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണർ തന്നെയാണ്, തെറ്റിക്കരുത്. നോക്കൂ, ദി ടേം ഓഫ് ഓഫീസ് ഓഫ് CM അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മുഖ്യമന്ത്രിയുടെ കാലാവധി എത്ര? വാസ്തവത്തിൽ ഭരണഘടന അങ്ങനെ പറഞ്ഞിട്ടേയില്ല. നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു ഉത്തരവുണ്ട്, 5 വർഷം. കാരണം ഒരു മന്ത്രിസഭയുടെ പീരീഡ് അതാണെന്ന് നമുക്കറിയാം, ഒരു നിയമസഭയുടെ പീരീഡ് അതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 5 വർഷം എന്ന് പറയരുത്. ഭരണഘടനയിൽ ടേം ഓഫ് ചീഫ് മിനിസ്റ്റർ ഈസ് നോട്ട് മെൻഷൻഡ്, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ദി ടേം ഓഫ് ചീഫ് മിനിസ്റ്റർ ഈസ് നോട്ട് ഫിക്സഡ്, അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടേം പറയുന്നേ ഇല്ല. ആൻഡ് ഹി ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ഗവർണർ. 2 ചോദ്യങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ടേം ഓഫ് ഓഫീസ് ഓഫ് ചീഫ് മിനിസ്റ്റർ, ഇറ്റ് ഈസ് നോട്ട് ഫിക്സ്ഡ്.
in the Constitution of India. It is not mentioned in the Constitution of India that Chief Minister can continue according to the pleasure of dash governor. ഗവർണറുടെ തീരുമാനം പ്രകാരമാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി വരുന്നത്. ഗവർണർ തീരുമാനിക്കും എന്നർത്ഥം. മനസ്സിലാകുന്നുണ്ടല്ലോ? എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ വ്യക്തത വരുത്തണം നിങ്ങൾ. ഹവർ ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഗവർണർ ക്യാൻ ഡിസ്മിസ് ഹിം അറ്റ് എനി ടൈം. കേട്ടോ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഗവർണറുടെ പ്ലഷർ അനുസരിച്ചാണ് അതുവരെ ഇദ്ദേഹത്തിന് തുടരാമെന്ന് പറയുമ്പം അവിടെ ഒരു ഇംപ്ലൈഡ് ആയിട്ടൊരു മീനിങ് കിടക്കുകയാണ്. ഗവർണർക്ക് എപ്പോഴാണോ എങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല. എൻ്റെ വിവേചന അധികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുതൽ നാളെ മുതൽ മുഖ്യമന്ത്രി വേണ്ട എന്ന് പറയാൻ പറ്റുമോ? മന്ത്രിസഭ അവസാനിപ്പിക്കാം. ഗവർണർക്ക് ആ അധികാരമൊന്നുമില്ല. അപ്പോൾ ശരിക്ക് CM ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ഗവർണർ എന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദി ഗവർണർ ക്യാൻ ഡിസ്മിസ് ഹിം അറ്റ് എനി ടൈം. അങ്ങനെ അർത്ഥമില്ല. ഏത് സമയവും ഗവർണർക്ക് മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ കഴിയും എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയുക. അതൊന്നും വിവേചനാധികാരത്തിൽ പെട്ടതല്ല. ഹി കനോട്ട് ഡിസ്മിസ് ബൈ ദി ഗവർണർ ആസ് ലോങ് ആസ് ഹി എൻജോയ്സ് മെജോറിറ്റി സപ്പോർട്ട് ഇൻ ദി അസംബ്ലി. അസംബ്ലിയിൽ മെജോറിറ്റി സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഇദ്ദേഹത്തിന് തുടരാം. സഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയെ ഒരു കാരണവശാലും ഗവർണർക്ക് ഡിസ്മിസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കഴിയും, അത് അടിയന്തരാവസ്ഥയൊക്കെ വരുമ്പോൾ, നമ്മുടെ പ്രസിഡൻസ് റൂളൊക്കെ വരുമ്പോൾ. അല്ലാതെ നോർമൽ കേസിൽ ഒരിക്കലും ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ ആർക്കധികാരമില്ല? നമ്മുടെ ഗവർണർക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി നീക്കം ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മന്ത്രിസഭ പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ബട്ട് ഇഫ് ഹി ലോസസ് ദി കോൺഫിഡൻസ് ഇൻ ദി അസംബ്ലി ഹി മസ്റ്റ് റിസൈൻ. എപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി റിസൈൻ ചെയ്യേണ്ടി വരുന്നത്? ഇഫ് ഹി ലോസ് ദി കോൺഫിഡൻസ് ഓഫ് അസംബ്ലി. സഭയുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ, സഭയിൽ വിശ്വാസം, ഇപ്പോൾ ആരെങ്കിലും അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് ആ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ, പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, ആ അവിശ്വാസ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസഭയ്ക്ക് തുടരാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മന്ത്രിസഭയ്ക്ക് തുടരാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? രാജിവെക്കും, റിസൈൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഗവർണർ ക്യാൻ ഡിസ്മിസ് ഹിം. ഒരു അവിശ്വാസ പ്രമേയം മന്ത്രിസഭയ്ക്കെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്നൊരു അവിശ്വാസ പ്രമേയം പാസ്സായി. എന്നാൽ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ വിശ്വാസം തെളിയിക്കാൻ കഴിഞ്ഞില്ല മന്ത്രിസഭയ്ക്ക്. ഉടനെ ആര് രാജിവെക്കണം? മുഖ്യമന്ത്രി രാജിവെക്കണം. വച്ചില്ലെങ്കിലോ ഗവർണർ ഡിസ്മിസ് ചെയ്യും. അത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? അതാണ് എൻ്റെ പോയിന്റ്. ശ്രദ്ധിക്കണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു വെച്ചോളൂ. ഇപ്പോൾ കാണാതെ പഠിക്കാൻ ഒന്നുമില്ല. വായിച്ച് മനസ്സിലാക്കി വച്ചിരുന്നാൽ ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്ത്, ആര്, എപ്പോൾ, എങ്ങനെ എന്നുള്ള ചോദ്യം അല്ല നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഇവിടെ വ്യക്തമായിട്ട് അതിൻ്റെ ആ കണ്ടന്റ് വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക. ദി സാലറി ആൻഡ് അലവൻസസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആർ ഡിറ്റർമൈൻഡ് ബൈ ഡാഷ്. ഇതൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നതാര്? മുഖ്യമന്ത്രിയുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് പാർലമെൻ്റ് എന്ന് പറഞ്ഞു കളയരുത്. അത് അവിടുത്തെ മന്ത്രിമാരുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ. മുഖ്യമന്ത്രിയുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമനിർമ്മാണ സംവിധാനമാണ്, നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് സാലറി ആൻഡ് അലവൻസസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആർ ഡിറ്റർമൈൻഡ്. ക്ലിയർ അല്ലേ? ഓർമ്മയുണ്ടോ? ഇനി മറക്കൂലല്ലോ? എല്ലാം മനസ്സിൽ ഓർമ്മ നിൽക്കുമോ? ഇതാണ് ജനറലായിട്ട് നമ്മൾ ആരെക്കുറിച്ച് പറയുന്നത്? ജനറലായിട്ട് നമ്മളൊരു ചീഫ് മിനിസ്റ്ററിനെ കുറിച്ച് പറയുന്നത്. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ചീഫ് മിനിസ്റ്റർ. നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളും, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അങ്ങനെ പറയുമ്പോൾ ഒരു 4 പോയിന്റ് നിങ്ങൾ പറയണം. എങ്ങനെ 4 പോയിന്റ് പറയണം? ഇൻ റിലേഷൻ ടു മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട അധികാരങ്ങളും ചുമതലകളും. അടുത്തത് ഇൻ റിലേഷൻ ടു ഗവർണർ, ഗവർണറുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളും ചുമതലകളും.
ഇൻ റിലേഷൻ ടു ലെജിസ്ലേച്ചർ, അടുത്തത് നിയമസഭയുമായി ബന്ധപ്പെട്ട്, നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഒരു മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ അധികാരങ്ങളും ചുമതലകളുമുണ്ട്. ഇനി അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇനി ഇതൊന്നും അല്ലാതെ മറ്റു ചില അധികാരങ്ങളും ചുമതലകളും 4 കാറ്റഗറി ആയിട്ട് പഠിക്കണം. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് CM ഏതൊക്കെയാണ് 4 കാറ്റഗറി? പവേഴ്സ് ആൻഡ് ഫങ്ഷൻ ഇൻ റിലേഷൻ ടു മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇൻ റിലേഷൻ ടു ഗവർണർ, ഇൻ റിലേഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഇതൊന്നും വരാതെ മറ്റു ചില അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മിനിസ്റ്റേഴ്സ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അധികാരം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് നമുക്ക് നോക്കാം. പോയിന്റുകളായിട്ട് പഠിക്കണം. ദി ഗവർണർ അപ്പോയിന്റ്സ് ഓൺലി ദോസ് പേഴ്സൺസ് ഹു ആർ റെക്കമെൻഡഡ് ബൈ CM. നോക്കൂ, മിനിസ്റ്റർ ആ കാര്യമാണ് പറയുന്നത്. ഗവർണർ അപ്പോയിന്റ്സ് ഓൺലി ദോസ് പേഴ്സൺസ് ആസ് മിനിസ്റ്റേഴ്സ് എന്നുള്ള അർത്ഥം. മന്ത്രിമാരായി ആരെയൊക്കെ നിയമിക്കണം എന്ന് തീരുമാനിക്കുന്നതാര്? മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ. മനസ്സിലാകുന്നല്ലോ. പക്ഷെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? 164 ആർട്ടിക്കിൾ പ്രകാരം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഗവർണർ തന്നെയാണ്. പക്ഷെ ആ ഗവർണറോട് മുഖ്യമന്ത്രി പറയും എൻ്റെ മന്ത്രിസഭയിൽ ആരെല്ലാം വേണം. കണ്ടോ? അപ്പോൾ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട അധികാരം കണ്ടോ? മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അധികാരം. ഗവർണർ അപ്പോയിന്റ്സ് ഓൺലി ദോസ് പേഴ്സൺ ഹു ആർ റെക്കമെൻഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് in the state are decided and recommended by chief minister. ചീഫ് മിനിസ്റ്റർ പറയും, ഗവർണറോട് പറയും എൻ്റെ മന്ത്രിസഭയിൽ ഇന്ന ആളുകളെയാണ് മന്ത്രിമാരായി നിയമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ടോ? അപ്പോൾ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട അധികാരം ആർക്കാ ഉള്ളത്? നമ്മുടെ ചീഫ് മിനിസ്റ്ററിന് തന്നെയാണ്. അടുത്ത് നോക്കൂ, ഹി അലോക്കേറ്റ്സ് ആൻഡ് റീഷഫിൾസ് ദി പോർട്ട്ഫോളിയോസ് എമംഗ് മിനിസ്റ്റർ. പോർട്ട്ഫോളിയോ എമംഗ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വകുപ്പുകൾ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അതാണ്, വകുപ്പുകൾ. തൻ്റെ മന്ത്രിസഭയിൽ ഏതൊക്കെ വ്യക്തികൾക്ക് ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണം, ആർക്കൊക്കെ അത് അലോക്കേറ്റ് ചെയ്യണം, എപ്പോഴത് റീഷഫിൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ പുനർക്രമീകരണം നടത്തണം. ഇപ്പോൾ ഒരു മന്ത്രിക്ക് കൊടുത്ത വകുപ്പ് മുഖ്യമന്ത്രിക്ക് എപ്പോഴും വേണോ തിരിച്ചെടുക്കാം, എന്നിട്ട് വേറൊരു മന്ത്രിക്ക് കൊടുക്കാം. ഈ മന്ത്രിയെ വേറെ ഏതെങ്കിലും വകുപ്പ് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഒരു വകുപ്പ് വേണ്ട എന്ന് പറയാം. അപ്പോൾ മന്ത്രിസഭയുടെ വകുപ്പുകൾ അനുവദിക്കുന്നതും അത് പുനർക്രമീകരണം നടത്തുകയും ചെയ്യുന്നതിനുള്ള അധികാരമാർക്കാണ്? മുഖ്യമന്ത്രിയാണ്. തൻ്റെ മന്ത്രിസഭയിൽപ്പെട്ട ആർക്കൊക്കെ ഏതൊക്കെ മന്ത്രിസ്ഥാനം നൽകണം, അത് എപ്പോഴും പുനർക്രമീകരിക്കണം, റീഷഫിൾ ചെയ്യണം, ഇതൊക്കെ ആര് തീരുമാനിക്കും? ഇപ്പം നോക്കൂ, ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു, മുഖ്യമന്ത്രി പറയുന്നു, ഗവർണറോട് ലിസ്റ്റ് കൊടുക്കുകയാണ്, എൻ്റെ മന്ത്രിസഭയിൽ ഹോം മിനിസ്റ്റർ ഇന്ന ആളാണ്, ഫിനാൻസ് മിനിസ്റ്റർ ഇന്ന ആളാണ്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇന്ന ആളാണ്, പിന്നെ അഗ്രികൾച്ചർ മിനിസ്റ്റർ ഇന്ന ആൾ. അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ നിയമിച്ചു. അങ്ങനെ നിയമിച്ചപ്പോൾ ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രി, ആ വകുപ്പ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ എപ്പോഴും വേണോ അത് റീഷഫിൾ ചെയ്യാം, അതിന് അദ്ദേഹത്തെ പിൻവലിക്കാം, അവിടെ വേറെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളെ കൊണ്ടുവരാം. ഇതൊക്കെ ആരുടെ അധികാരമാണ്? മുഖ്യമന്ത്രി. ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കും, എനി വൺ ഓഫ് ദി ഫോളോയിങ് പോയിന്റ് ഈസ് ദി ഫങ്ഷൻ ഓഫ് CM ഇൻ റിലേഷൻ ടു മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഹി അലോക്കേറ്റ്സ് ആൻഡ് റീഷഫിൾസ് ദി പോർട്ട്ഫോളിയോ എമംഗ് മിനിസ്റ്റേഴ്സ്. അടുത്ത് നോക്കൂ, ഹി ക്യാൻ ആസ്ക് മിനിസ്റ്റേഴ്സ് ടു റിസൈൻ. എപ്പോഴും വേണമോ തൻ്റെ മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രിയോട് മുഖ്യമന്ത്രിക്ക് പറയാം രാജിവെക്കൂ. എപ്പോഴാണ് അങ്ങനെ പറയുന്നത്? പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ, മന്ത്രിസഭയുടെ നയമനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയാണ്. മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ, അല്ലേ? നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡാണല്ലോ അദ്ദേഹം. പക്ഷേ അദ്ദേഹം പറഞ്ഞ, അല്ലെങ്കിൽ ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ആ തീരുമാനത്തിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഒരു മന്ത്രി പ്രവർത്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ മന്ത്രിയുമായിട്ട്, അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി അയാളോട് പറയും റിസൈൻ ചെയ്യാൻ പറയും. റിസൈൻ ചെയ്തില്ലെങ്കിലോ? നോക്കൂ, ഹി ക്യാൻ ആസ്ക് മിനിസ്റ്റേഴ്സ് ടു റിസൈൻ
ചെയ്തില്ലെങ്കിലോ അഡ്വൈസ് ദി ഗവർണർ ടു ഡിസ്മിസ് ഹിം. രാജിവെച്ചില്ലെങ്കിൽ ഗവർണർ പറയും അയാളെ പിരിച്ചു വിട്ടേക്കാൻ പറഞ്ഞു, തീർന്നു, അതോടെ ഇടപാട് തീർന്നു. മുഖ്യമന്ത്രി രാജിവെക്കാൻ പറഞ്ഞാൽ പിന്നെ രാജിവെക്കും, അതാണ് എൻ്റെ രീതി. രാജിവെച്ചില്ലെങ്കിൽ ഒന്നുമില്ല, ഒറ്റ ഇൻഫർമേഷൻ നമ്മുടെ മുഖ്യമന്ത്രി ആർക്ക് കൊടുത്താൽ മതി, ഗവർണർക്ക് കൊടുത്താൽ മതി, ഇന്ന മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം. കാരണം നിയമിച്ച അദ്ദേഹമാണല്ലോ, അദ്ദേഹമാണോ ഒഴിവാക്കേണ്ടത്, അപ്പോൾ ഒഴിവാക്കണമെന്ന് പറയും. മുഖ്യമന്ത്രി തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണമെന്ന് ഗവർണറോട് പറഞ്ഞാൽ ഗവർണർ ഒരിക്കലും അത് അംഗീകരിക്കാതിരിക്കില്ല. ഗവർണർ പറയണം, അയ്യോ അത് വേണ്ട, അയാളെ വിളിക്കാം, നമുക്കൊന്ന് സംസാരിക്കാം, നമുക്കൊരു മീറ്റിംഗ് വയ്ക്കാം, എന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. ഗവർണറുടെ ജോലി അതൊന്നുമല്ല, ഗവർണർ അതിനൊന്നും നിൽക്കില്ല. നിങ്ങളുടെ മന്ത്രിസഭയിൽ ഇന്ന ആളിനെ വേണ്ടേ, ദേ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ ഇടപാട്. മനസ്സിലാകുന്നല്ലോ. അപ്പോൾ എന്താണ്, ദ ചീഫ് മിനിസ്റ്റർ ക്യാൻ ആസ്ക് മിനിസ്റ്റർ ടു റിസൈൻ ഓർ അഡ്വൈസ് ഗവർണർ ടു ഡിസ്മിസ് ഹിം ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. എല്ലാ പോയിന്റ് പഠിക്കണേ, നന്നായി മനസ്സിലാക്കി പോകണം. തീർന്നില്ല, അടുത്ത കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത ഇദ്ദേഹത്തിൻ്റെ അധികാരം എന്താണ്, ചുമതല എന്താണ്? ഹി പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് OMR ചോദ്യം കൂടെയാണ്. ഹു പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മന്ത്രിസഭാ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതാര്? മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ, ആൻഡ് ഇൻഫ്ലുവൻസസ് ഇറ്റ്സ് ഡിസിഷൻ. മന്ത്രിസഭാ യോഗത്തിന് അധ്യക്ഷത വഹിച്ചിട്ട് ആ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ആർക്ക് കഴിയും? മുഖ്യമന്ത്രിക്ക് കഴിയും. കാരണം അദ്ദേഹമല്ലേ ചെയർമാൻ, അദ്ദേഹം തീരുമാനിച്ചാലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ തിരുത്തലുകളൊക്കെ വേണമെങ്കിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് പറഞ്ഞ് ആ അഭിപ്രായങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അധികാരവും മുഖ്യമന്ത്രിക്കാണ്. പവേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഹി പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ്. ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാം OMR ചോദ്യങ്ങൾ കൂടിയാണ്, നിങ്ങൾ അങ്ങനെ പഠിക്കണം. ഹു പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹി ഇൻഫ്ലുവൻസ് ഇറ്റ്സ് ഡിസിഷൻ. അതിൻ്റെ തീരുമാനങ്ങളിൽ സ്വാധീന ശക്തിയായി മാറാനും അദ്ദേഹത്തിന് കഴിയുന്നു. തീർന്നില്ല, ഹി ഗൈഡ്സ്, ഡയറക്ട്സ്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ഓൾ മിനിസ്റ്റേഴ്സ്. നോക്കൂ, എല്ലാ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യാനും ഏകോപിപ്പിക്കാനും മാർഗനിർദ്ദേശം നൽകാനും ഒക്കെ ആർക്കധികാരമുണ്ട്? മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. അല്ലാതെ ഒരു മുഖ്യമന്ത്രി ഈ പോർട്ട്ഫോളിയോ തീരുമാനിച്ച് എല്ലാവർക്കും ഓരോ വകുപ്പുകൾ കൊടുത്താൽ അത് അവരുടെ സാമ്രാജ്യമായിട്ട് വേറെ ആരെ അടുപ്പിക്കാതെ മുഖ്യമന്ത്രിക്ക് അതിൽ അഭിപ്രായം പറയാനോ അതിൽ ഇടപെടാനോ അത് കോർഡിനേറ്റ് ചെയ്യാനോ അധികാരമില്ലാതെ ഏതെങ്കിലും ഒരു വകുപ്പ് മാത്രമായിട്ട് അതിന് ഉത്തരവാദിത്തമുള്ളൂ എന്നല്ല, എല്ലാ വകുപ്പിൻ്റെയും കാര്യങ്ങളിൽ ഇടപെടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മന്ത്രി ആ കൺസേൺഡ് മിനിസ്റ്ററുമായിട്ട് ചർച്ച ചെയ്ത് അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ലീഡറാണ്, സഭയുടെ ലീഡറാണ് ശരിക്കും പറഞ്ഞാൽ ആര്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഹി ഗൈഡ്സ്, ഡയറക്ട്സ്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഓൾ മിനിസ്റ്റേഴ്സ്. എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ആരുടെ അധികാരമാണ്? നമ്മുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ അധികാരമാണ്. കഴിഞ്ഞില്ല, സിൻസ് the chief minister is a head of council of ministers. Who is the head of council of ministers in the state? Chief minister. മന്ത്രിസഭയുടെ തലവനാണ് എന്നുള്ള നിലയിൽ his resignation or death automatically dissolves the entire council of ministers. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം നിങ്ങൾ. മുഖ്യമന്ത്രി മരണപ്പെടുകയോ മുഖ്യമന്ത്രി രാജിവെക്കുകയോ ചെയ്താൽ അത് മന്ത്രിസഭ മൊത്തം രാജിവെച്ചതിന് സമമായിരിക്കും. ഒരു മുഖ്യമന്ത്രി രാജിക്കത്ത് സമർപ്പിച്ചാൽ അതിനർത്ഥം ഒരു മന്ത്രിസഭ മുഴുവനും രാജിവെച്ചു എന്നാണ്. മുഖ്യമന്ത്രി മരണപ്പെട്ടാൽ അതിനർത്ഥം ആ മന്ത്രിസഭ അവിടെ അവസാനിച്ചു എന്നാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എന്നാൽ തിരിച്ച് ഞാൻ പറയട്ടെ, ഒരു മന്ത്രി രാജിവെച്ചു എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയെ ഒരു രീതിയിലും ബാധിക്കില്ല. മനസ്സിലാകുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഫിനാൻസ് മിനിസ്റ്റർ പറയുകയാണ് ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു കത്തെഴുതി കൊടുത്തിട്ട് പോയാൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തു. അപ്പം ഇപ്പം നമ്മുടെ കേരളത്തിൽ രണ്ടും ഒന്നാണേ. ആ ചീഫ് മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ നിങ്ങൾക്കറിയാം ആരാണ്? VD സതീശൻ എന്ന മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ KSRTC ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നമ്മുടെ CP ജോൺ,
അദ്ദേഹം പറയുന്നു ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഒരു രാജിക്കത്ത് എഴുതി വി.ഡി. സതീശൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പോകുന്നു. മന്ത്രിസഭ അവസാനിക്കുമോ? ഒന്നും ബാധിക്കില്ല. ആ നിമിഷം അടുത്ത ആൾ വരും. മനസ്സിലാകുന്നല്ലോ. മന്ത്രിസഭയെ ഒരു തരത്തിലും ബാധിക്കില്ല. എന്നാൽ എല്ലാ മന്ത്രിമാരും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഒരു രാജിക്കത്തോടൊക്കെയാണ് മുഖ്യമന്ത്രി രാജിവെച്ചിരിക്കുന്നു. എൻ്റർ മിനിസ്റ്ററിയും രാജിവെച്ചതായിട്ട് തന്നെ കാണും. മനസ്സിലാകുന്നുള്ളൂ. അത് പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ കാര്യം എന്താണ്? ഹെഡ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണ് ആര്? ചീഫ് മിനിസ്റ്റർ. Since the chief minister is the head of council of ministers, his resignation or death automatically dissolves the entire council of ministers. അപ്പോൾ when a chief minister give his resignation letter to governor, what happens? The entire council of ministers is dissolved. അത് അവിടെ അവസാനിക്കുന്നു. When a chief minister dies during his official term, the entire council of ministers dissolved. മനസ്സിലാകുന്നുള്ളൂ. അത് മനസ്സിലാക്കി വെച്ചേക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്നല്ലോ. കുറേ പോയിൻ്റ് നമ്മളവിടെ പറഞ്ഞു. എന്തുമായി ബന്ധപ്പെട്ട ചീഫ് മിനിസ്റ്ററുടെ അധികാരവും ഉത്തരവാദിത്വവുമാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്. ഇനി നമ്മൾ പറയുന്നു, നോക്കൂ, ഇൻ റിലേഷൻ ടു ദി ഗവർണറുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളും അവകാശങ്ങളും അല്ലെങ്കിൽ പവറും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗവർണറുമായി ബന്ധപ്പെട്ട ചീഫ് മിനിസ്റ്റർ ഈസ് പ്രിൻസിപ്പൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗവർണർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പരീക്ഷയ്ക്ക് OMR ആയിട്ട് ചോദിക്കുന്നതാണ്. ഹൂ ആക്ട് ആസ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗവർണർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സംസ്ഥാന മന്ത്രിസഭയും ഗവർണറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചാനലായി പ്രവർത്തിക്കുന്നതാര്? ചീഫ് മിനിസ്റ്റർ. ഹീ ഈസ് ദി ചാനൽ, പ്രിൻസിപ്പൽ ചാനൽ. അതായത് ഗവർണറുടെയും മന്ത്രിസഭയുടെയും മന്ത്രിമാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്കാണ് ആര്? CM എന്ന് പറയുന്നത്, ചീഫ് മിനിസ്റ്റർ. അത് തന്നെയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അധികാരം എന്താണ്? ഗവർണറുടെയും മന്ത്രിസഭയുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് ആര് പ്രവർത്തിക്കുന്നു? മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ചീഫ് മിനിസ്റ്റർ. ഗവർണറുടെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും ഇടയിൽ ഒരു ചാനലായി പ്രവർത്തിക്കുന്ന ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നത് ആണ് ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി? ടു കമ്മ്യൂണിക്കേറ്റ് ദി ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഓൾ ഡിസിഷൻസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന ഏത് തീരുമാനവും ഗവർണർ അറിയിക്കുന്നതാര്? മന്ത്രിസഭാ തീരുമാനങ്ങൾ, ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കൂ. ഇനി മന്ത്രിസഭാ തീരുമാനങ്ങൾ ഗവർണറെ അറിയിക്കുന്നതാര്? മുഖ്യമന്ത്രി. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ടു കമ്മ്യൂണിക്കേറ്റ് ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഓൾ ഡിസിഷൻസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ. നോക്കൂ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി അഫേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തിൻ്റെ ഭരണപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അതാത് സമയത്ത് ഗവർണറെ അറിയിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? മുഖ്യമന്ത്രിയുടെ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതുകൂടെ നോക്കൂ. ആൻഡ് പ്രപ്പോസൽസ് ഫോർ ലെജിസ്ലേഷൻ. പുതിയ നിയമനിർമ്മാണത്തിനുള്ള പ്രപ്പോസലും, പുതിയതായിട്ട് നമ്മൾ എന്തൊക്കെ നിയമം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നും അപ്പോഴപ്പോൾ ഗവർണറെ അറിയിക്കുക എന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ചീഫ് മിനിസ്റ്റർ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ ഗവർണറെ അറിയിക്കേണ്ടത് ആരാണ്? ആരുടെ ഉത്തരവാദിത്വമാണ്? മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. ഇനി നോക്കൂ, ഇത് ഗവർണർ ചോദിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ ചെയ്യണം. ഇനി നമ്മൾ പറയും, നോക്കൂ, ഗവർണർ ആവശ്യപ്പെടുമ്പോൾ അടുത്ത കാര്യം പറയും. നോക്കൂ, ടു ഫർണിഷ് സച്ച് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി അഫേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ ആസ് ദി ഗവർണർ മേ കോൾ ഫോർ. നേരത്തെ പറഞ്ഞത് ഗവർണർ അന്വേഷിക്കുകയൊന്നും വേണ്ട, ചോദിക്കുകയൊന്നും വേണ്ട. സമയാസമയങ്ങളിൽ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ അതാത് സമയത്ത് അവരുടെ പ്രവർത്തനങ്ങൾ, മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളൊക്കെ ഗവർണർ അറിയിച്ചു കൊണ്ടിരിക്കണം. മാത്രമല്ല പുതിയ ലെജിസ്ലേഷനുള്ള പ്രപ്പോസൽസും അറിയിക്കണം. ഇത് ഗവർണർ ആവശ്യപ്പെടാതെ തന്നെ.
ഇനി ഗവർണർ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ, ഇക്കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അപ്പോഴിത് നൽകണം. അതും ഇത് ഒന്നും പറയാതെ തന്നെ നൽകണമെന്ന് പറഞ്ഞു. ഇനി ചിലപ്പം പെട്ടെന്ന് ഗവർണർക്ക് തോന്നി ഇന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് അറിയണം എന്ന് തോന്നിയാൽ അത് ആവശ്യപ്പെടാൻ ഗവർണർക്ക് ആവശ്യപ്പെട്ടാൽ അപ്പോഴ് തന്നെ അതിനുള്ള വിവരങ്ങൾ എത്തിക്കണം. അതാണ് രണ്ടാമത് പറഞ്ഞ പോയിന്റ്. ടു ഫർണിഷ് സച്ച് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് അഫേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ ആസ് ദി ഗവർണർ മേ കോൾ ഫോർ. ഗവർണറുടെ നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരം വിവരങ്ങൾ നൽകുക. ഇത് അല്ലാതെ തന്നെ വിവരങ്ങൾ നൽകുക. ക്ലിയർ അല്ലേ? അടുത്ത് നോക്ക്. ഇഫ് ദി ഗവർണർ സോ റിക്വയർസ് ടു സബ്മിറ്റ് ഫോർ കൺസിഡറേഷൻ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് any matter on which the decision has been taken by a minister but which has not been considered by the council. ഇത് വലിയ സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഒരു മന്ത്രി ഒരു തീരുമാനമെടുത്തു. മന്ത്രി ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുത്തു. പക്ഷെ അത് മന്ത്രിസഭ പാസ്സാക്കിയില്ല, മന്ത്രിസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ഗവർണർ പറയും, അത് മുഖ്യമന്ത്രിയോട് പറയും, അത് മന്ത്രിസഭയിൽ ഒന്ന് അവതരിപ്പിച്ച് അതൊന്ന് പാസ്സാക്കണം, അല്ലെങ്കിൽ അതൊന്ന് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ ഉടനെ മന്ത്രിസഭ വിളിച്ചു കൂട്ടണം. ആര്? മുഖ്യമന്ത്രി. അതായത് ഏതെങ്കിലും ഒരു മന്ത്രി ഒരു തീരുമാനമെടുക്കുകയും അത് മന്ത്രിസഭ അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് പറയാം ഒന്നുകൂടി പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വീണ്ടും മന്ത്രിസഭ വിളിച്ച് അത് അവതരിപ്പിക്കും. ക്ലിയർ അല്ലേ? അതാ ഇവിടെ പറഞ്ഞത്. ഗവർണർ സോ റിക്വയർ ടു സബ്മിറ്റ് ഫോർ ദി കൺസിഡറേഷൻ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എനി മാറ്റർ ഓൺ വിച്ച് ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൺ ബൈ മിനിസ്റ്റർ. കണ്ട, മിനിസ്റ്റർ ഒരു തീരുമാനമെടുത്തു, ബട്ട് വിച്ച് ഹാസ് നോട്ട് ബീൻ കൺസിഡേർഡ് ബൈ ദി കൗൺസിൽ. ഒരു മിനിസ്റ്റർ ഒരു തീരുമാനമെടുക്കുകയും എന്നാൽ മന്ത്രിസഭ അത് പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് ഗവർണർക്ക് പറയാം അതൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി പരിഗണിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അടുത്ത് നോക്കുക. ഹു അഡ്വൈസസ് CM. ഹി അഡ്വൈസസ് ദി ഗവർണർ വിത്ത് റിഗാർഡ് ടു ദി അപ്പോയിൻമെൻറ്റ് ഓഫ്. അപ്പോൾ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഗവർണർക്ക് വിവരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഗവർണർ തിരിച്ചു പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇവിടെ ഗവർണർക്ക് ചില ഉപദേശങ്ങൾ നൽകുന്നതാണ് B പോർഷനിൽ പറയുന്നത്, ആ പോയിന്റിൽ പറയുന്നത്. ആദ്യം എയിൽ പറഞ്ഞത് നമ്മുടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ, പുതിയ നിയമനിർമ്മാണത്തിലുള്ള പ്രപ്പോസലുകൾ, ഇതൊക്കെ ഗവർണറെ അറിയിക്കണം. ഇനി ഇതൊക്കെ ഗവർണർ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ അറിയിക്കണം എന്ന് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു മന്ത്രി ഒരു തീരുമാനമെടുത്ത് അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് പറയാം അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉടനെ മന്ത്രിസഭ വിളിച്ചു കൂട്ടും, അത് അവതരിപ്പിക്കും. അതാണ് ഇവരെ പറഞ്ഞത്. ഇനി ഇതിനൊക്കെ പുറമെ ബിയിൽ പറയുന്നത് ചില കാര്യങ്ങൾ ഗവർണർക്ക് ഉപദേശങ്ങൾ നൽകാം. ആർക്ക്? മുഖ്യമന്ത്രി. ഹി അഡ്വൈസസ് ദി ഗവർണർ വിത്ത് റിഗാർഡ് ടു അപ്പോയിൻമെന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ഓഫീഷ്യൽസ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലേക്ക് നിയമനം നടത്താൻ ഗവർണറോട് മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടാം. നോക്കൂ, സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇതിനെയൊക്കെ നിയമിക്കുന്നത്, ഭരണഘടനാ പദവികളിലേക്കൊക്കെ നിയമനം നടത്തുന്നത് ഗവർണറാണ്. ആരുടെ അഡ്വൈസ് പ്രകാരം? മുഖ്യമന്ത്രിയുടെ. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഹി അഡ്വൈസസ് ദി ഗവർണർ വിത്ത് റിഗാർഡ്, ഹി മീൻസ് CM. ചീഫ് മിനിസ്റ്റർ അഡ്വൈസസ് ദി ഗവർണർ വിത്ത് റിഗാർഡ് ടു അപ്പോയിൻമെന്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ഓഫീഷ്യൽസ് ലൈക്ക് അഡ്വക്കേറ്റ് ജനറൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആര്? ഹു അപ്പോയിന്റ്സ് അഡ്വക്കേറ്റ് ജനറൽ? ഗവർണർ. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 165. അതുകൂടെ ഓർമ്മിച്ചോളുക. ഇന്ത്യൻ ഭരണഘടനയിലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഇന്ത്യൻ ഭരണഘടനയിലെ 165 ആർട്ടിക്കിൾ പ്രകാരമാണ് ഗവർണർ ആരെ നിയമിക്കുന്നത്? ഫസ്റ്റ് ലീഗൽ ഓഫീസർ ഓഫ് സ്റ്റേറ്റ്, അഡ്വക്കേറ്റ് ജനറൽ. ഹി ഗീവ്സ് ലീഗൽ അഡ്വൈസസ് ടു ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമകാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന
സംസ്ഥാനത്തെ ഒന്നാമത്തെ നിയമ ഉദ്യോഗസ്ഥനായ അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഭരണഘടനയുടെ 165 വകുപ്പ് പ്രകാരം അങ്ങനെ നിയമിക്കാൻ ഗവർണർക്ക് ശുപാർശ കൊടുക്കുക എന്നത് ആരുടെ അധികാരമാണ്? CM-ന്റെ അധികാരവും ചുമതലയുമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചെയർമാൻ, ഇത് രണ്ടാമത്തെ കാര്യം. ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. നിങ്ങൾക്കറിയാം അണ്ടർ ആർട്ടിക്കിൾ 315 പ്രകാരം ആർട്ടിക്കിൾ 315 എന്താണ് പറയുന്നത്? ദർ ഷാൽ ബി എ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ യൂണിയൻ ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോർ എവറി സ്റ്റേറ്റ്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ ആയിട്ടുള്ള, അതായത് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാനത്ത് പബ്ലിക് സർവീസ് കമ്മീഷനും ഓരോ സംസ്ഥാനത്തിനും പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്നും അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. അത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ആ ആർട്ടിക്കിൾ തന്നെയാണ്. UPSC നിലവിൽ വരുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? 315. സംസ്ഥാന PSC നിലവിൽ വരുന്നതോ 315. അപ്പോൾ സംസ്ഥാന PSCയെ നിയമിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. ആര്? ഗവർണർ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ, മൂന്നാമത്തത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ഗവർണർ. ഇതൊക്കെ പഠിച്ചു വെക്കണേ. അതിൻ്റെ ആർട്ടിക്കിൾ കൂടെ പഠിക്കുക. 2 ആർട്ടിക്കിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ആർട്ടിക്കിൾ 243K, ആർട്ടിക്കിൾ 243 ZDA. എന്താ ഇങ്ങനെ 2 നമ്മൾ എഴുതിയത്? ഇത് പഞ്ചായത്തുകൾക്ക് വേണ്ടി ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ്. 243 ZDA മുനിസിപ്പാലിറ്റീസിന് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ്. പക്ഷേ ആക്ച്വലി സംഭവിക്കുന്ന എന്താണ്? ഇതിന് 2നും കൂടെ വേണ്ടിയിട്ട് ഒരൊറ്റ പബ്ലിക് സർവീസ് കമ്മീഷനെ, ഒരൊറ്റ ഇലക്ഷൻ കമ്മീഷനാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. പഞ്ചായത്തിന് വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കണമെന്നും മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഒരു ഇലക്ഷൻ കമ്മീഷനെ സംസ്ഥാന തലത്തിൽ നിയമിക്കണമെന്നും പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പാലിറ്റീസ് ആക്ടിലും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ. മനസ്സിലാകുന്നുണ്ടല്ലോ? പക്ഷെ നമ്മളിവിടെ സംഭവിച്ചത് എന്താണ്? എ കോമൺ ഇലക്ഷൻ കമ്മീഷൻ ഫോർ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചോളുക. അപ്പോൾ ചീഫ് മിനിസ്റ്റർ അഡ്വൈസസ് ദി ഗവർണർ വിത്ത് റിഗാർഡ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസ് ലൈക്ക് അഡ്വക്കേറ്റ് ജനറൽ, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ്, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് സോ ഓൺ. ഇങ്ങനെ പലതും. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇൻ ദി സ്റ്റേറ്റ്. ഇനി അല്ലാതെ ചില സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും ഉണ്ടല്ലോ ഗവർണർ നിയമിക്കുന്നത്. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ, അതെല്ലാം നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. അതിനെയൊക്കെ നിയമിക്കാനായിട്ട് ശുപാർശ ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റിയുടെ തലവൻ മുഖ്യമന്ത്രി തന്നെയാണ്. മനസ്സിലാകുന്നത്? അതുകൊണ്ടാണ് അതിൻ്റെ സോവൺ എന്ന് പറയുന്നത്. ഇങ്ങനെ പലതും. പബ്ലിക് സർവീസ് കമ്മീഷനെയൊക്കെ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറാണ്. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇനി അല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണർ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണർ. പഠിച്ചു വെച്ചുകൊള്ളുക. ഇതെല്ലാം ഗവർണറാണ്. പക്ഷെ അതിന് അഡ്വൈസ് ചെയ്യുന്നത് ചിലത് നേരിട്ട് നമ്മുടെ അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴും ചീഫ് മിനിസ്റ്ററാണ്. ചില സെലക്ഷൻ കമ്മിറ്റീസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിൻ്റെയൊക്കെ തലവനായി വരുന്നത് ചീഫ് മിനിസ്റ്ററാണ്. അതുകൊണ്ടാണ് ഹി അഡ്വൈസസ് ദി ഗവർണർ വിത്ത് റിഗാർഡ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽസ് ലൈക്ക് അഡ്വക്കേറ്റ് ജനറൽ, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നോക്കൂ, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ
ഈ ഓരോന്നും ഓരോ OMR ആയിട്ട് ചോദിക്കും. ഒന്നുകിൽ അതിൻ്റെ ആർട്ടിക്കിൾ ചോദിക്കും, അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിക്കും, ആ അപ്പോയിൻമെൻറ്റിന് അഡ്വൈസ് ചെയ്യുന്നത് ആരെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ വിശദമായി പറഞ്ഞത്, ഒന്നും ഒഴിവാക്കാതെ പഠിച്ചു വെച്ചോളുക. ക്ലിയർ അല്ലേ? അപ്പം ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കഴിഞ്ഞു, ഇൻ റിലേഷൻ ടു ഗവർണർ കഴിഞ്ഞു. ഇനി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഇൻ റിലേഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട CMൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളും കടമകളും എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ചീഫ് മിനിസ്റ്റർ എൻജോയ്സ് ദി ഫോളോയിങ് പവേഴ്സ് ആസ് ലീഡർ ഓഫ് ഹൗസ്. ഹൗസിൻ്റെ ലീഡർ ആരാണ്? നിയമനിർമ്മാണ സഭയുടെ ലീഡർ ആരാണെന്ന് ചോദിച്ചാൽ അത് ചീഫ് മിനിസ്റ്ററാണ്. പ്രിസൈഡിങ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്പീക്കറാണ്. നിയമസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ, സഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അസംബ്ലി ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ആരായിരിക്കും? അത് സ്പീക്കറായിരിക്കും. ഇനി കൗൺസിലാണെങ്കിൽ കൗൺസിൽ ചെയർമാനായിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? പക്ഷെ അവിടെയൊക്കെ ലീഡർ എന്ന പദം വരുമ്പം അത് നമ്മൾ പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പം മുഖ്യമന്ത്രി സഭയുടെ ലീഡർ എന്നുള്ള നിലയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കടമയും അധികാരവും ഒക്കെ ഉണ്ടെന്ന് പറയാം. ഹി അഡ്വൈസസ് ദി ഗവർണർ വിത്ത് റിഗാർഡ് ടു സമണിങ് ആൻഡ് പ്രൊരോഗിങ് ഓഫ് സെഷൻസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സമൺ ആൻഡ് പ്രൊരോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിച്ചുകൂട്ടാനും നിർത്തിവയ്ക്കാനും. സഭാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടാനും നിർത്തിവയ്ക്കാനും ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ്. ഒരു സഭാ സമ്മേളനം, സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ഒരു സഭാ സമ്മേളനം വിളിച്ചുകൂട്ടാനും അത് നിർത്തിവയ്ക്കാനും ഉള്ള അധികാരം ആർക്കാണ്? അത് ഗവർണർക്കാണ്. ഗവർണർക്കാണ് അത് വിളിച്ചുകൂട്ടാനും. പക്ഷേ അതിന് അഡ്വൈസ് ചെയ്യാനുള്ളത് ആരാണ്? ചുമതല അത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയാണ് പഠിക്കുന്നത്, അതിനോടൊപ്പം ഗവർണറിൽ പഠിച്ചതും കൂടെ ഓർത്തു പോവുക നിങ്ങൾ. അപ്പോൾ ഒരു നിയമസഭ ചേരണം, വിളിച്ചു കൂട്ടേണ്ട ഗവർണറാണ്. പക്ഷെ ഗവർണറോട് പറയേണ്ട ആരാണ്? അത് മുഖ്യമന്ത്രിയാണ്. നമ്മൾ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ അഡ്വൈസസ് ഗവർണർ വിത്ത് റിഗാർഡ് ടു സമ്മണിങ് ആൻഡ് പ്രൊരോഗിങ്. പ്രൊരോഗിങ് മീൻസ് നിർത്തിവെക്കുക ദി സെഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഹി ക്യാൻ റെക്കമെൻഡ് ദി ഡിസൊല്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു ദി ഗവർണർ അറ്റ് എനി ടൈം. Who dissolves legislature of the state legislative assembly? Who dissolves state legislative assembly? സംസ്ഥാന നിയമസഭ പിരിച്ചുവിടുന്നതാര്? ഗവർണർ. ലോകസഭ പിരിച്ചുവിടുന്നതാര്? രാഷ്ട്രപതി. സംസ്ഥാന നിയമസഭ പിരിച്ചുവിടുന്നതാര്? ഗവർണർ. പക്ഷേ ആരുടെ ശുപാർശ പ്രകാരം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗവർണർ അത് പിരിച്ചുവിടുന്നത് ചോദിച്ചാൽ അതിന് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്യാം. മുഖ്യമന്ത്രി വിചാരിക്കുകയാണ് ഈ മന്ത്രിസഭ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഇവിടെ അവസാനിപ്പിക്കാം. ഉടനെ അല്ലെങ്കിൽ ഗവർണർക്ക് നിർദ്ദേശം നൽകിയാണ് സഭ നിയമസഭയെ അങ്ങ് പിരിച്ചുവിട്ടേക്കുക, തെരഞ്ഞെടുപ്പ് വരട്ടെ. പിന്നെ അങ്ങനെ ഹി ക്യാൻ റെക്കമെൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചർ അസംബ്ലി ടു ഗവർണർ അറ്റ് എനി ടൈം. മന്ത്രിസഭ മാത്രമല്ല, നിയമസഭ പിരിച്ചുവിടാനും ഗവർണറോട് ഏത് സമയവും ഉപദേശിക്കാൻ ആർക്ക് അധികാരമുണ്ട്? മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. ഹി അനൗൺസസ് ദി ഗവൺമെൻറ് പോളിസീസ് ഓൺ ദി ഫ്ലോർ ഓഫ് ദി ഹൗസ്. അടുത്ത് നോക്കൂ, ലെജിസ്ലേച്ചറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇതാണ്. സഭയുടെ തളത്തിൽ, ആ നടുത്തളത്തിൽ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ഫ്ലോറിൽ, സഭയിൽ വെച്ച്, ഫ്ലോർ എന്ന് വെച്ചാൽ സഭയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, പോളിസീസ് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി എപ്പോഴും സഭയിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി വ്യക്തമാക്കും. അപ്പം സർക്കാരിൻ്റെ പോളിസി നിയമസഭയിൽ വ്യക്തമാക്കുന്നതാര്? മുഖ്യമന്ത്രിയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻ റിലേഷൻ ടു മിനിസ്റ്റേഴ്സ്, ഇൻ റിലേഷൻ ടു ഗവർണർ, ഇൻ റിലേഷൻ ടു ലെജിസ്ലേച്ചർ, ഇത്രയും കഴിഞ്ഞു. എന്താണ്? പവേഴ്സ് ആൻഡ് ഫങ്ഷൻ. ഇനി അതർ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ, ഇതിലൊന്നും പെടാത്ത ഇനി മറ്റു ചില അധികാരങ്ങളും കടമകളും നമ്മൾ പറയണം. ഇൻ അഡീഷൻ ദി ചീഫ് മിനിസ്റ്റർ ആൾസോ പെർഫോംസ് ദി ഫോളോയിങ് ഫങ്ഷൻ. ഹി ഈസ് ദി ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് OMR ചോദ്യമാണ്. ഹു ഈസ് ദി ചെയർമാൻ ഓഫ്
സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചു, സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആര്? അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സംശയം വരില്ല, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആര്? പ്രധാനമന്ത്രി. അതിൻ്റെ സ്റ്റേറ്റ് തലത്തിലുള്ളതാണ് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. പ്ലാനിംഗ് കമ്മീഷൻ, പഴയ പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്റ്റേറ്റ് തലം എന്ന് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. ഹി ആക്ട് ആസ് ദി വൈസ് ചെയർമാൻ ഓഫ് ദി കൺസേൺഡ് സോണൽ കൗൺസിൽ ബൈ റൊട്ടേഷൻ. ബാക്കി പറയാം, ഇതൊന്ന് ആദ്യം മനസ്സിലാക്കുക. ഹി ആക്ട് ആസ് ദി വൈസ് ചെയർമാൻ ഓഫ് കൺസേൺഡ് സോണൽ കൗൺസിൽ ബൈ റൊട്ടേഷൻ. ഈ സോണൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഏതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്കറിയാം. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടല്ലോ, അന്തർ സംസ്ഥാന കൗൺസിൽ. ഹു ഇസ് ദി ചെയർമാൻ ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ? പ്രൈം മിനിസ്റ്റർ. അന്തർ സംസ്ഥാന കൗൺസിലിൻ്റെ ചെയർമാനും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. എന്നാൽ അതിൻ്റെ വൈസ് ചെയർമാൻമാരായി പ്രവർത്തിക്കുന്നത് ആരായിരിക്കും? സോണൽ കൗൺസിൽ. ഇതിൻ്റെ നമ്മുടെ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന് സോണൽ കൗൺസിൽ ഉണ്ടാകും. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണെന്ന് അറിയാമോ? ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം, അന്തർ സംസ്ഥാന വ്യാപാരങ്ങളും അതിൻ്റെ തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക, ഈ വ്യാപാരങ്ങൾ കൺട്രോൾ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. എന്നാൽ അതിനെ ഓരോ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഓരോ സോണലാക്കി മാറ്റിയിട്ട് ആ കൺസേൺഡ് സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻമാരെപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി. പക്ഷെ ഒരു മുഖ്യമന്ത്രി കുറേ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയല്ലേ. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് റൊട്ടേഷൻ വരും. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് 1 മാസമായിരിക്കും അതിൻ്റെ ചാർജ്. അപ്പോൾ he acts as a vice chairman of concerned zonal council by rotation, holding office for a period of 1 year. 1 വർഷം ആ സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരിക്കും. അത് കഴിഞ്ഞ് മറ്റൊരു മുഖ്യമന്ത്രിയാകും. അങ്ങനെ കൺസേൺഡ് സോണൽ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ എപ്പോഴും ആരായിരിക്കും എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി. എന്നാൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരായിരിക്കും എന്ന് വെച്ചാൽ അത് പ്രൈം മിനിസ്റ്ററാണ്. മറന്നു പോകരുത്. ഇനി അടുത്ത മറ്റ് ഫംഗ്ഷനിൽപ്പെട്ടത് ഹി ഈസ് ദി ക്രൈസിസ് മാനേജർ ഇൻ ചീഫ് അറ്റ് ദി പൊളിറ്റിക്കൽ ലെവൽ ഡ്യൂറിങ് എമർജൻസി. നമ്മുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു ക്രൈസിസ് നേരിടുന്നു, ഒരു എമർജൻസി നേരിടുന്നു, ഒരു അടിയന്തര ഘട്ടത്തിൽ ക്രൈസിസ് മാനേജറായിട്ട് പ്രവർത്തിക്കാൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയപരമായ ഏതെങ്കിലും വിഷയം വരുമ്പോഴോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴോ അടിയന്തര ഘട്ടങ്ങൾ വരുമ്പോഴോ അവിടെ ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസ് മാനേജറായിട്ട് അത് മൊത്തത്തിൽ പരിഹരിക്കുന്നതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആളാരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്റർ മനസ്സിലാകുന്നുള്ളൂ. സംസ്ഥാനത്തിനുണ്ടാകുന്ന ഏതൊരു ക്രൈസിസിൻ്റെയും ആ ക്രൈസിസ് മാനേജറായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ചുമതല കൂടിയാണ്. ഹീസ് ദി മെമ്പർ ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ് which has effectively replaced the Earthwell National Development Council, both headed by Prime Minister. നിങ്ങൾക്കറിയാം നീതി ആയോഗിൻ്റെ ചെയർമാൻ ആര്? പ്രൈം മിനിസ്റ്റർ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആര്? പ്രൈം മിനിസ്റ്റർ. എന്നാൽ ഈ പറഞ്ഞ നീതി ആയോഗിൻ്റെ അല്ലെങ്കിൽ ഹീസ് ദി മെമ്പർ ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. പക്ഷെ അതിലൊരു മെമ്പർ ആരായിരിക്കും? സംസ്ഥാന മുഖ്യമന്ത്രി. അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ഒരു അംഗമായി പ്രവർത്തിക്കുന്നു. ഇനി നീതി ആയോഗിൻ്റെ കീഴിലുള്ള നോക്കൂ, ആൻഡ് ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗിൻ്റെ കീഴിലൊരു ഗവേണിംഗ് കൗൺസിൽ ഇപ്പോൾ ഉണ്ട്. ഗവേണിംഗ് കൗൺസിൽ അത് ഏതിൻ്റെ പുതിയ രൂപമാണ്? പഴയ NDCയുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പുതിയ രൂപമായ ഗവേണിംഗ് കൗൺസിൽ, നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലും ഇദ്ദേഹം മെമ്പറാണ്. അപ്പം നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ചെയർമാൻ ആര്?
അത് പ്രധാനമന്ത്രി. പക്ഷെ നീതി ആയോഗിൻ്റെ ഒരു ഗവേണിംഗ് കൗൺസിൽ വരുമ്പോൾ ആ ഗവേണിംഗ് കൗൺസിൽ പഴയ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അതിപ്പോഴില്ല, അതിന് പകരമാണ് നീതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിൽ. അതിൻ്റെ ചെയർമാനും ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു. അതിലും അംഗമായിട്ട് ആരുണ്ട്? മുഖ്യമന്ത്രിയുടെ. അപ്പം ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗിൻ്റെയും ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും അംഗമായിട്ട് പ്രവർത്തിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലയിൽപ്പെട്ടതാണ്, അധികാരത്തിൽപ്പെട്ടതാണ്. ഹീ ഈസ് ദി ചീഫ് സ്പോക്ക്മാൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. എപ്പോഴും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വക്താവ്, സ്പോക്ക്മാനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. നോക്കൂ, ഒരു നിലവിലുള്ള ഒരു സംസ്ഥാന മന്ത്രിസഭയെക്കുറിച്ച്, സംസ്ഥാന ഭരണത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹമല്ലേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്പോക്ക്മാൻ, മെയിനായിട്ടുള്ള ചീഫ് സ്പോക്ക്മാൻ, പ്രധാന വക്താവായി പ്രവർത്തിക്കേണ്ടത് ആര് തന്നെയാണ്? അദ്ദേഹം തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. അടുത്ത് നോക്കൂ, ആസ് എ ലീഡർ ഓഫ് സ്റ്റേറ്റ് ഹി മീറ്റ്സ് വേരിയസ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ആൻഡ് റിസീവ്സ് മെമ്മോറാണ്ട ഫ്രം ദം. ഒരു സംസ്ഥാനത്തിൻ്റെ ലീഡറാണെന്ന് ഞാൻ പറഞ്ഞു, സംസ്ഥാനത്തെ നയിക്കുന്നയാളാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളാൻ ഉത്തരവാദപ്പെട്ടയാളാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ലീഡർ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി എന്തു ചെയ്യും? പല വിഭാഗങ്ങൾ, വേരിയസ് സെക്ഷൻ ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടും. അവരിൽ നിന്നെല്ലാം മെമ്മോറാണ്ടം കളക്ട് ചെയ്യുകയും ചെയ്യും. അവരുടെ പരാതികൾ, അവരുടെ ആവശ്യങ്ങൾ ഒക്കെ സ്വീകരിക്കുകയും അതിന് പരിഹാരം കാണുകയും ഫ്രം ദം റിഗാർഡിംഗ് ദെയർ പ്രോബ്ലംസ് ആൻഡ് സോ ഓൺ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യാൻ ഉത്തരവാദപ്പെട്ടയാളാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ലീഡർ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉൾപ്പെട്ട വിവിധ തരത്തിലുള്ള വിവിധ സെക്ഷനിൽപ്പെട്ടയുള്ള ആൾക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ മെമ്മോറാണ്ട, അവരുടെ പരാതികൾ, പരിഭവങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, ആവലാതികൾ ഇതൊക്കെ കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള ആൾ കൂടിയാണ് ആര്? ചീഫ് മിനിസ്റ്റർ. ഇത്രയും പഠിക്കണം, തീർന്നില്ല. ഹീ ഈസ് ദി പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് സർവീസസ്. നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ സേവനങ്ങളുടെയും തലവൻ, പൊളിറ്റിക്കൽ ഹെഡാണ്. രാഷ്ട്രീയ തലവൻ എന്ന് പറയുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. ദി ചീഫ് മിനിസ്റ്റർ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഹവർ ദി ഡിസ്ക്രിഷണറി പവർ എൻജോയ്ഡ് ബൈ ദി ഗവർണർ റെഡ്യൂസസ് ടു സം എക്സ്റ്റെൻഡ് പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് ചീഫ് മിനിസ്റ്റർ ഇൻ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ചീഫ് മിനിസ്റ്റർ പ്ലേസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. സംസ്ഥാന ഭരണത്തിൽ വലിയ പങ്കാളിത്തം പങ്കുവഹിക്കുന്ന, നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ആളാണ് ആര്? നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളിൽ പലതും നമ്മുടെ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇദ്ദേഹത്തിന് വളരെ വിപുലമായ പവർ തന്നെയാണുള്ളത്. ദി ഡിസ്ക്രിഷണറി പവർ എൻജോയ്ഡ് ബൈ ഗവർണർ റെഡ്യൂസസ് സം എക്സ്റ്റെൻറ്റ് ടു പവേഴ്സ് ആൻഡ് അതോറിറ്റി ഓഫ് സി എമ്മിൻ്റെ അധികാരത്തിൻ്റെ ചില മേഖലകളിലേക്കൊക്കെ ആ അധികാരങ്ങളൊക്കെ കുറവ് വരുത്താൻ ഗവർണറുടെ വിവേചനാധികാരത്തിന് കഴിയുമെങ്കിലും ഇദ്ദേഹത്തിന് വൈഡ് പവർ തന്നെയാണുള്ളത്. ആർക്ക്? സി എമ്മിന്. നോക്കൂ, ദി അതോറിറ്റി ഓഫ് സി എം ഇൻ ദി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹത്തിൻ്റെ ശരിക്ക് നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ പൂർണ്ണമായ ഒരു അതോറിറ്റി ആയിട്ട് തന്നെയാണ് ആരെ കാണുന്നത്? സി എമ്മിനെ നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. ഇത് വലിയ സെൻറ്റൻസുകളിലായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചാലേ അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. കാരണം അതിനകത്ത് നിന്ന് ഒരുപാട് OMR ചോദ്യങ്ങളും വരും, അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലുള്ള ചോദ്യങ്ങളും വരും. ഈ നോക്കൂ, മിനിമം ഏജ് റിക്കോർഡ് ടു ബിക്കം എ ചീഫ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു PSC പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഞാൻ കണ്ട ഒരു ചോദ്യമാണ്. അവിടെ ആ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്ര? അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധിയും അത് തന്നെയാണ്. എത്ര വയസ്സാണ്? 25 വയസ്സ്. എന്തുകൊണ്ട് ലോകസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 25 വയസ്സാണ്. ലോകസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 25 ആയപ്പോൾ പ്രധാനമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 25 എന്ന് പറയാം.
ഇനി ഇവിടെ നമുക്കെന്ത് പറയാം? സംസ്ഥാന നിയമസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധിയും 25 വയസ്സാണ്. അപ്പം മുഖ്യമന്ത്രിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധിയും 25 വയസ്സ് തന്നെ. അപ്പം നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. 2 സഭകളിലുള്ള ആൾക്കാർക്കും മുഖ്യമന്ത്രിയാകാമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ലെജിസ്ലേറ്റീവ് കൗൺസിലും അംഗത്തിനും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും. അങ്ങനെയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാകണമെങ്കിൽ 30 വയസ്സെങ്കിലും ആകണം. അപ്പം 30 വയസ്സല്ലേ? അങ്ങനല്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിയമസഭാ അംഗമായ അസംബ്ലി അംഗമായ ആളിനും ആകാമല്ലോ. അപ്പോൾ 25 പറഞ്ഞാൽ മതി. ഇനി അതുവഴിയാണ് വരണമെങ്കിൽ 30 വയസ്സ് കഴിയണം. ഏത് വഴി? ഈ കൗൺസിൽ വഴിയാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ രാജ്യസഭ വഴിയാണ് പ്രധാനമന്ത്രി ആകുന്നതെങ്കിൽ അവർ 30 വയസ്സ് കഴിയണം. പക്ഷേ എങ്കിലും മിനിമം ഏജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 25. കാരണം 25 വയസ്സ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 25 ആയതുകൊണ്ട് അങ്ങനെ മത്സരിച്ച് വിജയിക്കുന്ന ആളിന് പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ കഴിയുന്നത് കൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രായപരിധിയും കുറഞ്ഞ പ്രായപരിധിയും മുഖ്യമന്ത്രിയുടെ കുറഞ്ഞ പ്രായപരിധിയും ഒന്ന് തന്നെയാണ് 25 വയസ്സ് എന്ന് നിങ്ങൾ പറയുക. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാം. 6 individuals have served as chief ministers of Indian state before going on to become പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് 6 വ്യക്തികൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരായിരുന്നു. അപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിമാരായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയ വ്യക്തികളാരെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 6 പേരെ അങ്ങനെ ഉള്ളേ. മനസ്സിലാകുന്നില്ല? 6 വ്യക്തികളാണ് മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായി മാറിയത്. നമുക്കൊന്ന് പരിശോധിക്കാം. 6 പേരുടെയും പേരൊന്ന് നമുക്ക് നോക്കാം. 6 പേര് ആരൊക്കെയാണ്? മൊറാർജി ദേശായി. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാര്? മൊറാർജി ദേശായി. ബോംബെ സ്റ്റേറ്റ് പണ്ട് വളരെ മുമ്പ് നമ്മുടെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ഒക്കെ 1956 സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് ഒക്കെ വരുന്നതിന് മുമ്പ് പഴയ സംസ്ഥാനമായിരുന്ന ബോംബെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് മൊറാർജി. അദ്ദേഹമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയ ആദ്യ വ്യക്തി. അടുത്ത് നോക്ക്, ചരൺ സിംഗ്. അദ്ദേഹവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. UP മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയ ആളാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ PV നരസിംഹറാവു, CM ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. അടുത്ത VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ്. അദ്ദേഹവും ചരൺ സിംഗിനെ പോലെ യുപിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു VP സിംഗ്. പിന്നീട് അദ്ദേഹം ആരായി മാറി? ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറി. അടുത്ത് നോക്കൂ, HD ദേവഗൗഡ, CM ഓഫ് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ആരാണ്? HD ദേവഗൗഡ പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുകയാണ്. പിന്നെ ആരാണ്? നരേന്ദ്രമോദി, CM ഓഫ് ഗുജറാത്ത്. 3 തവണ തുടർച്ചയായി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുകയും ഇന്നും പ്രധാനമന്ത്രിയായി തുടരുകയും ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി. വേറെ ഒരു പ്രധാനമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഇത് വ്യക്തമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. 6 പേരാണ്, ഇന്ത്യയിൽ 6 പേരാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാരായ ശേഷം പ്രധാനമന്ത്രിയായി മാറുന്നത്. അത് ആദ്യമായിട്ട് അങ്ങനെ വന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി, പിന്നെ ചരൺ സിംഗ്, PV നരസിംഹറാവു, VP സിംഗ്, HD ദേവഗൗഡ, നരേന്ദ്രമോദി. മനസ്സിലുണ്ടാവുമല്ലോ, തെറ്റില്ലല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട ചില ഫാക്ട്സ് നമ്മൾ ത്രൂ ഔട്ട് ഇന്ത്യയിൽ വരുന്ന മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കണം. ഫസ്റ്റ് വുമൺ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വുമൺ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാര്? സുചേത കൃപലാനി. ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ് UP 1963 ആദ്യമായിട്ടൊരു വനിത മുഖ്യമന്ത്രിയായി വരികയാണ്.
സുജേത കൃപലാനി, നമ്മുടെ JB കൃപലാനിയുടെ വൈഫാണ്. ആചാര്യ JB കൃപലാനിയുടെ ഭാര്യയായ സുജേത കൃപലാനിയാണ് ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ വനിത. നിങ്ങൾക്കറിയാം, സംസ്ഥാന ഗവർണറായ ആദ്യ വനിത സരോജിനി നായിഡുവാണ്. അത് UP തന്നെയാണ്. 1947 തന്നെ അവരവിടെ ഗവർണറായി മാറുകയാണ്. ഇനി നോക്കൂ, സെക്കൻഡ് വുമൺ ചീഫ് മിനിസ്റ്റർ. ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ വനിത സുജേത കൃപലാനി UP. രണ്ടാമത്തെ വനിത ആരാണ്? രണ്ടാമത്തെ വനിത നന്ദിനി സത്പതി. ആരാണ്? നന്ദിനി സത്പതി. ഒഡീഷയിലാണ്. 1972 ഒഡീഷയിൽ രണ്ടാമതൊരു വനിത ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായി വരികയാണ്, നന്ദിനി സത്പതി. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്, പഠിക്കണം. ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി മാറിയ ആദ്യ മലയാളി വനിത. അത് മലയാള നാട്ടിലല്ല മുഖ്യമന്ത്രിയായത്, കേരളത്തിലല്ല, തമിഴ്നാട്ടിലാണ്. ജാനകി രാമചന്ദ്രൻ. MGR മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫാണ് ജാനകി രാമചന്ദ്രൻ. അവർ മലയാളിയാണ്, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പം ജാനകി രാമചന്ദ്രനാണ് ഫസ്റ്റ് മലയാളി വുമൺ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്, തമിഴ്നാട്ടിൽ. ക്ലിയർ അല്ലേ? 3 പേരുടെ പേര് കിട്ടിയില്ലേ? അടുത്ത ഫസ്റ്റ് ദളിത് വുമൺ ചീഫ് മിനിസ്റ്റർ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ ദളിത് വനിത ആരാണ്? മായാവതിയാണ്, ഉത്തർപ്രദേശിൽ. മായാവതി BSP, ബഹുജൻ സമാജ് വാദ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? മായാവതി അവരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വനിതാ മുഖ്യമന്ത്രി. ഫസ്റ്റ് ദളിത് വുമൺ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്, മായാവതി UP. ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കൂ, ഫസ്റ്റ് മുസ്ലിം വുമൺ ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയായ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യത്തെ മുസ്ലിം വനിത സയ്യിദ അൻവര തൈമൂർ, ആസാമിലാണ്. സയ്യിദ അൻവര തൈമൂർ, സയ്യിദ അൻവര തമൂറാണ് ആസാമിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയായി മാറുന്നത്. പഠിച്ചോളണേ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. സെക്കൻഡ് മുസ്ലിം വുമൺ ചീഫ് മിനിസ്റ്റർ. രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രി ആരാണ്? വനിതാ മുഖ്യമന്ത്രി ഇന്ത്യയിലെ രണ്ടാമത്തെ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മെഹ്ബൂബ മുഫ്തിയാണ്. ജമ്മു കാശ്മീരിലെ മെഹ്ബൂബ മുഫ്തിയാണ് രണ്ടാമതായിട്ട് ഒരു മുസ്ലിം വനിത ഇന്ത്യയുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി വരുന്നത്. ഫസ്റ്റ് ഫിലിം ആക്ടർ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ താരമാര്? MGR. നിങ്ങൾക്കറിയാം, MG രാമചന്ദ്രൻ. തമിഴ്നാട്ടിൽ MGR ആണ് സിനിമാ രംഗത്ത് നിന്ന് ആദ്യത്തെ മുഖ്യമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രി. പഠിക്കണം. ഫസ്റ്റ് IAS ഓഫീസർ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ. ഛത്തീസ്ഗഡിലാണ് ആദ്യമായിട്ടൊരു IAS ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയായി മാറുന്നത് അജിത് ജോഗിയാണ്. അജിത് ജോഗി, പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണേ. അജിത് ജോഗി ഫസ്റ്റ് IAS ഓഫീസർ ടു ബിക്കം ചീഫ് മിനിസ്റ്റർ ഓഫ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്. ഛത്തീസ്ഗഡ്. നോക്കൂ, ചീഫ് മിനിസ്റ്റർ ഓഫ് 2 ഡിഫറൻറ്റ് സ്റ്റേറ്റ്സ്. ഒരാൾ തന്നെ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ND തിവാരിയാണ്. ND തിവാരി UP-യിലെ, ഉത്തർപ്രദേശിലെ ഉത്തരാഖണ്ഡിൻ്റെയും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ND തിവാരി. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ളത്? UP-യിലും ഉത്തരാഖണ്ഡിലുമാണ്. ലോങ്സ്റ്റ് കണ്ടിന്യൂസ്ലി സെർവിങ് ചീഫ് മിനിസ്റ്റർ ഓഫ് എ സിംഗിൾ സ്റ്റേറ്റ്. ലോങ്സ്റ്റ് കണ്ടിന്യൂസ്ലി സെർവിങ് ചീഫ് മിനിസ്റ്റർ ഓഫ് സിംഗിൾ. ഒരു സംസ്ഥാനത്ത് തന്നെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചതാര്? ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. ഒരേ സംസ്ഥാനത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുക. അതുകൊണ്ട് 10-24 വർഷം ഒരാൾ തന്നെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പവൻ കുമാർ ചാംലിംഗ്.
എവിടെയാണ്? സിക്കിമിലാണ്. പവൻകുമാർ ചാംലിംഗ് ആണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തി. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പേഴ്സൺ ടു ബി കിൽഡ് വൈൽ ഇൻ ഓഫീസ് ആസ് ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ കൊല്ലപ്പെട്ട, അതായത് നമ്മുടെ പാകിസ്ഥാൻ്റെ ഒരു എയർക്രാഫ്റ്റ് വഴി നടന്ന ആക്രമണത്തിൽ മരണപ്പെട്ടു പോയ ഒരാളുണ്ട്, ബൽവന്ത് റായ് മേത്ത. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ബൽവന്ത് റായ് മേത്ത മുഖ്യമന്ത്രി ആയിരിക്കപ്പോൾ തന്നെ ഒരു പ്ലെയിൻ അപകടം എന്ന് പറഞ്ഞാൽ ശരിക്ക് ബോധപൂർവം അപകടപ്പെടുത്തി കൊലപ്പെടുത്തിയതാണ് അദ്ദേഹത്തെ. അപ്പം മുഖ്യമന്ത്രി, അതായത് നമ്മുടെ പാകിസ്ഥാൻ്റെ ഒരു എയർക്രാഫ്റ്റ്, ആ ആക്രമണത്തിൽ അദ്ദേഹവും ഒരു 8ഓളം പേര് അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ മരണപ്പെട്ടു പോവുകയായിരുന്നു. ബൽവന്ത് റായ് മേത്ത ഒരുപാട് നമ്മൾ പഠിച്ചാണല്ലേ. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവനായിരുന്നു അദ്ദേഹം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അല്ലേ, 1957 ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അദ്ദേഹം ആണ് മുഖ്യമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ടു പോയ ആദ്യ വ്യക്തി എന്ന് പറയുന്നത്. ഇനി നോക്കാം, നമ്മുടെ കേരളത്തിലേക്കും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. കേരളത്തിലെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള EMS നമ്പൂതിരിപ്പാട്. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇൻ കേരള EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി അധികാരത്തിൽ വരുന്ന കേരളത്തിലാണല്ലോ 1957. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ മുഖ്യമന്ത്രിയായി വരികയാണ് ഒരു സംസ്ഥാനത്ത്. കേരള സംസ്ഥാനത്തിൽ EMS നമ്പൂതിരിപ്പാടാണത്. ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആഫ്റ്റർ സെർവിങ് CM. നോക്കൂ, മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി അതുമാരാണ്? EMS തന്നെയാണ് അല്ലേ. EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായി നമുക്കറിയാലോ, ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. 2 വർഷത്തിനകം അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണമൊക്കെ പ്രഖ്യാപിച്ച് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട കാര്യമൊക്കെ അറിയാം. അതിനുശേഷം വന്ന മന്ത്രിസഭയിൽ അദ്ദേഹം ആരായിട്ട് മാറി? ആ നിയമസഭയിൽ അദ്ദേഹം എന്തായിട്ട്? ഓപ്പോസിഷൻ ലീഡറായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷം ഓപ്പോസിഷൻ ലീഡറായ ഒരുപാട് പേരുണ്ട്. നിലവിലും അങ്ങനെയാണല്ലോ. പിണറായി വിജയൻ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ശേഷമാണല്ലോ ഇപ്പം ഓപ്പോസിഷൻ ലീഡറായി. പക്ഷെ അത് ആദ്യം ആ സംഭവം മുഖ്യമന്ത്രിയായ ശേഷം ആദ്യം ഓപ്പോസിഷൻ ലീഡറായി മാറിയ കേരളത്തിലെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. ഫസ്റ്റ് CM ഓഫ് കേരള അപ്പിയർഡ് ഓൺ ദി ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ പടം വെച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആര്? കേരള മുഖ്യമന്ത്രി. ആദ്യ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ EMS നമ്പൂതിരിപ്പാട്. CM ഓഫ് കേരള ബോൺ ഇൻ ദി 19th century. 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? കേരളത്തിൽ 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. 19th century അദ്ദേഹത്തിൻ്റെ ജനനം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. അതെങ്ങനെയാണ് പറയുന്നത്? പ്രോവിൻസിൻ്റെ ഏറ്റവും പരമോന്നതമായ പദവി വഹിക്കുന്ന ആളിനെ പ്രധാനമന്ത്രി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. CM ഓഫ് തിരുക്കൊച്ചി, തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി. തിരുക്കൊച്ചി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതെ, തിരുക്കൊച്ചി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മുഖ്യമന്ത്രി. CM ഓഫ് കേരള സ്റ്റേറ്റ്, പിന്നെ ഐക്യ കേരളം നിലവിൽ വന്നതിന് ശേഷം കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച ഒരാളുണ്ട്. അദ്ദേഹമാണ് പട്ടം താണുപിള്ള. മറക്കരുത്. ഏതൊക്കെ പൊസിഷനാണ് അദ്ദേഹം ഇരുന്നത്? തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി, തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ചപ്പം അവിടുത്തെ മുഖ്യമന്ത്രി, കേരള സംസ്ഥാനത്തെ 2ാമത്തെ മുഖ്യമന്ത്രി, EMSന് ശേഷം മുഖ്യമന്ത്രിയായി വന്ന. അപ്പോൾ തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള സംസ്ഥാന മുഖ്യമന്ത്രി, തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി എന്നീ പദവികൾ വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. ദി ഫസ്റ്റ് കോൺഗ്രസ് CM ഓഫ് കേരള. കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ കോൺഗ്രസ്കാരനാര് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2 പേരെ കാര്യം പറഞ്ഞു. EMS
ആദ്യത്തത്. കോൺഗ്രസ്സുകാരനാണോ? കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി ആകുമ്പോൾ കോൺഗ്രസ്സുകാരനല്ലല്ലോ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ടല്ലേ അദ്ദേഹം വന്നത്, അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടല്ലേ വന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കാരണം ഇവരെല്ലാം ആദ്യം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചവരാണല്ലോ. എന്നാലും നമ്മൾ ആദ്യത്തെ കോൺഗ്രസ്സുകാരനെന്ന് പറയരുത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെയാണ്. പക്ഷെ കോൺഗ്രസ്സുകാരനായിട്ട് ആദ്യം മുഖ്യമന്ത്രിയായത് ആർ ശങ്കറാണ്, അല്ലേ. ആർ ശങ്കർ ആരാണ്? ആർ ശങ്കർ മൂന്നാമത്തത്. ഒന്നാമത്തത് ആര്? പിന്നെ നമ്മുടെ EMS നമ്പൂതിരിപ്പാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു, അല്ലേ. രണ്ടാമത്തത് പട്ടംതാണുപിള്ള PSP ആയിരുന്നു അദ്ദേഹം, മനസ്സിലാകുന്നുണ്ടല്ലോ. അല്ലാതെ അത് കോൺഗ്രസ് ആയിട്ട് കാരണമല്ല അദ്ദേഹം വന്നത്, PSP ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി. പിന്നെ മൂന്നാമത് വന്ന ആളാണ് ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ. അതുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ ആർ ശങ്കർ. ആർ ശങ്കറിൻ്റെ 2-3 ചോദ്യങ്ങൾ പഠിക്കണം. ഫസ്റ്റ് CM ഓഫ് കേരള ഫ്രം ബാക്ക്വേർഡ് ക്ലാസ്, പിന്നാക്ക വിഭാഗത്ത് നിന്ന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായതാര്? പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ആദ്യത്തെ മുഖ്യമന്ത്രിയായതാരാണ്? ആർ ശങ്കർ. EMS നമ്പൂതിരിപ്പാട് മുന്നാക്ക വിഭാഗക്കാരനാണ്, നമ്പൂതിരിയാണ്. പിള്ള നായർ സമുദായത്തിൽ നിന്ന് വന്നയാളാണ്. എന്നാൽ ഈഴവ സമുദായത്തിൽ നിന്ന്, OBCയിൽ നിന്ന്, അല്ലേ, ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രി വരുന്നത് ആരാണ്? ആർ ശങ്കറാണ്. ഇനി ആർ ശങ്കറിനെ കുറിച്ച് ഒരു ചോദ്യം കൂടെ പഠിക്കണം. ഫസ്റ്റ് CM ഓഫ് കേരള ടു പ്രസന്റ് സ്റ്റേറ്റ് ബജറ്റ് ഇൻ ദി അസംബ്ലി. ഒന്നിലധികം മുഖ്യമന്ത്രിമാർ ധനകാര്യത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന സമയത്ത് അവർ എന്ത് അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയുടെ അഭാവത്തിലും അല്ലെങ്കിൽ ആ ചുമതല വഹിക്കുമ്പോഴൊക്കെ അവർ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മുഖ്യമന്ത്രിമാരെ നമുക്കിപ്പോൾ പഠിക്കാം. പക്ഷേ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത് ആർ ശങ്കറാണ്. അപ്പോൾ ആർ ശങ്കറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി, പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ കേരള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കേരള നിയമസഭയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആർ ശങ്കർ. ഇതായിരിപ്പുണ്ട് ആൾ, ആർ ശങ്കർ. ക്ലിയർ അല്ലേ? ഇനി ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ കേരള ഹൂ പ്രസന്റഡ് ബഡ്ജറ്റ് ഇൻ അസംബ്ലി. എത്ര മുഖ്യമന്ത്രിമാരാണ് സംസ്ഥാന നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്? ഇപ്പോഴത്തെ ആളും ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞു, VD സതീശൻ. അപ്പോൾ അതുകൂടെ ചേർത്ത് പറയണം, എത്ര മുഖ്യമന്ത്രിമാരാണ് നമ്മുടെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത്? 5 പേര്. 5-ാമനാണ് VD സതീശൻ. ആദ്യത്തെ ആൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആർ ശങ്കർ. പിന്നെ C അച്യുതമേനോൻ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനകാര്യമന്ത്രിയാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചു. ഇദ്ദേഹം ധനകാര്യമന്ത്രിയായി തന്നെ ആയിരുന്ന സമയത്ത് ബജറ്റ് അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം, മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞത് നോക്കൂ, ആർ ശങ്കർ, അച്യുതമേനോൻ, EK നായനാർ, ഉമ്മൻചാണ്ടി, ഇപ്പം VD സതീശൻ. ഈ 5 പേരാണ് കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രിമാർ. ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ കേരള ഹൂ പ്രസന്റഡ് ബജറ്റ് ഇൻ അസംബ്ലി. ആർ ശങ്കർ, C അച്യുതമേനോൻ, EK നായനാർ, ഉമ്മൻചാണ്ടി, VD സതീശൻ. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിനിടയിൽ താഴെ പറയുന്നതിൽ ആരാണ് സംസ്ഥാന നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി എന്ന് ചോദിച്ചിട്ട് ഇതിൽ ഒരാളുടെ പേരേ കാണുകയുള്ളൂ. നോക്കുമ്പോൾ നമ്മൾ പല VS അച്യുതാനന്ദൻ കാണും, പിണറായി വിജയൻ കാണും, AK ആൻ്റണി കാണും, മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 3 പേരൊന്ന് പഠിച്ചു പോകുക. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹൂ റിസൈൻഡ് ആഫ്റ്റർ നോൺ കോൺഫിഡൻസ് മോഷൻ. ആർ ശങ്കറിനെ കുറിച്ചൊരു 3 ചോദ്യം പഠിച്ചില്ലേ നേരത്തെ? ഒന്നും കൂടെ കൂട്ടിക്കോളൂ അതിൻ്റെ കൂട്ടത്തിൽ. അവിശ്വാസം നേരിട്ട് രാജിവെക്കേണ്ടി വന്ന കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? അവിശ്വാസ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? ആർ ശങ്കർ. ആർ ശങ്കറുമായി ബന്ധപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളായി അല്ലേ. ആദ്യത്തെ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി, സഭയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച, നിയമസഭയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി, പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ എന്താണ് അവിശ്വാസപ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടി വന്ന, അവിശ്വാസപ്രമേയം നേരിട്ട് രാജിവെക്കേണ്ടി വന്ന ആദ്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അതും ആർ ശങ്കറാണ്. നോക്കൂ, അടുത്തത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള ഹൂ ബിക്കെയിം മിനിസ്റ്റേഴ്സ് ഓഫ് യൂണിയൻ ക്യാബിനറ്റ്. അതും കൂടെ നിങ്ങൾ പഠിക്കണം.
കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ശേഷം കേന്ദ്രമന്ത്രിമാരായ ആൾക്കാരൊക്കെയാണ്? കേന്ദ്രമന്ത്രിമാരായ 2 പേരുണ്ട്. അങ്ങനെ കേരള സംസ്ഥാനത്തെ 2 മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിമാരായിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? കെ കരുണാകരൻ, മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രി, PV നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിട്ട് കെ കരുണാകരൻ കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ദീർഘമായി അങ്ങനെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ആളാണ് AK ആൻ്റണി. അത് ആദ്യം സിവിൽ സപ്ലൈസ് ഭക്ഷ്യവകുപ്പിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ ദീർഘകാലം അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു, പ്രതിരോധ വകുപ്പ് മന്ത്രി. അപ്പോൾ 2 കേരള മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും. 1 കെ കരുണാകരൻ, 2 AK ആൻ്റണി. മറക്കാതിരിക്കുക. നോക്കൂ, ലോങ്ങസ്റ്റ് സെർവിങ് CM ഓഫ് കേരള, ഏറ്റവും കൂടുതൽ കാലം, തുടർച്ചയായിട്ടൊന്നും അല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത്, കൂടുതൽ കാലം EK നയനാർ. CM ഓഫ് കേരള ഇൻ മോസ്റ്റ് നമ്പർ ഓഫ് ടൈം, ഏറ്റവും കൂടുതൽ തവണ, ശ്രദ്ധിക്കണേ, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? ആ റെക്കോർഡൊക്കെ പോയി ഇപ്പം എന്താ നമ്മൾ പറയാൻ പോകും. പക്ഷേ ഇങ്ങനൊരു ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം, നമുക്കങ്ങനെ പറയാം, വിട്ടുവിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് EK നായനാർ, ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്നത് കെ കരുണാകരൻ, 4 തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത് ആരാണ്? CH മുഹമ്മദ് കോയ, 54 ദിവസം മാത്രം. CH മുഹമ്മദ് കോയ ഏറ്റവും കുറച്ചു കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ, എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല കേട്ടോ. ഇത് വിട്ടുവിട്ടാണെങ്കിലും കൂടുതൽ കാലം, ആ അർത്ഥത്തിലാണ് EK നായനാർ പറയുന്നത്. എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം, ഒറ്റ സ്റ്റെപ്പിൽ കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയനാണ്. കേരളത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയൻ. അല്ലാതെ തുടർച്ചയൊന്നും നോക്കാതെ കാലങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ EK നായനാർ പറഞ്ഞോളൂ. പക്ഷേ ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പിണറായി വിജയൻ, അത് ഓർമ്മിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്നത് കെ കരുണാകരനാണ്, അത് ഓർമ്മിച്ചോളുക. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ CH മുഹമ്മദ് കോയ. യങ്ങസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഏറ്റവും പ്രായം കുറഞ്ഞ, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ AK ആൻ്റണിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി AK ആൻ്റണി. പ്രായം കൂടിയതോ VS അച്യുതാനന്ദൻ, അല്ലേ? ഓൾഡസ്റ്റ്, യങ്ങസ്റ്റ് AK ആൻ്റണി, എൽഡസ്റ്റ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള VS അച്യുതാനന്ദൻ. ക്ലിയർ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ മോഡൽ ചോദ്യങ്ങൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായല്ലോ? കുറച്ച് ഐഡിയ കിട്ടിയില്ലേ? നമ്മളെ മുഖ്യമന്ത്രി ആരാണെന്നും അദ്ദേഹത്തെ നിയമിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നും നിയമിക്കുന്നത് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, പിന്നെ നമ്മൾ കുറച്ച് ഫാക്ട്സ് അവസാനം പറഞ്ഞു. എല്ലാം ഭംഗിയായി പഠിച്ചു വെച്ചുകൊള്ളുക. നന്നായി പഠിക്കുക, കൂടുതൽ കരുത്തോടെ മുന്നോട്ടേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ ക്ലാസ് കണ്ടുകൂട്ടുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.